السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ഷെയ്ഖ് സ്വാലിഹ് ഇബ്നു ഫൗസാൻ ഹഫിദഹുള്ളയുടെ അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് വറദ്ദു അലാ അഹ്ലി ശിർക്ക് വൽ ഇൽഹാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള അഖീദ ക്ലാസ്സിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ തൗഹീദുൽ ഉലൂഹിയ്യത്തിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പടച്ച റബ്ബ് മാത്രമാണ് ഇലാഹാവാൻ യോഗ്യതയുള്ളത് എന്നും അതുകൊണ്ട് എല്ലാ ഇബാദത്തും അവന് മാത്രമാകണമെന്നും നമ്മൾ പറഞ്ഞു. ഇബാദത്തിൻ്റെ അർത്ഥം ഭാഷാപരമായും ശർഈയായുമുള്ള അതിൻ്റെ വിശദീകരണം പറഞ്ഞു. ഇബാദത്തിൻ്റെ 3 റുക്നുകൾ മഹബത്ത്, റജാ, ഖൗഫ്, ഭയം, പ്രതീക്ഷ, സ്നേഹം. ഇവയിൽ ഒന്നിനെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് മനസ്സിലാക്കി. പിന്നെ ഇബാദത്തിന് വ്യത്യസ്തമായ ഇനങ്ങളുണ്ട് എന്നു പറഞ്ഞിടത്താണ് നമ്മൾ അവസാനം വായിച്ച് നിർത്തിയത് അല്ലേ. ഇനി വായിക്കാനുള്ള വഴി ഇബാദത്തുൽ അൻവാഉൻ കസീറ അല്ലേ, അതാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ ഇബാദത്ത് എന്താ നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഇന്ന് വ്യത്യസ്തമായ തഅരീഫുകൾ പറഞ്ഞു. അതിൽ ഏറ്റവും നല്ല ജാമ്യവും മാന്യവുമായ നിർവചനമായി പറഞ്ഞ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുല്ലാഹു വയർളാഹു മിനൽ അഖ്വാലി വൽ അഅ്മാലിൽ ളാഹിറ വൽ ബാത്തിന എന്നതാണ് ഏറ്റവും അതിന് സമ്പൂർണ്ണമായ എല്ലാ അർത്ഥത്തിലും ജാമ്യം മാന്യവുമായ തഅരീഫ് എന്ന് പറഞ്ഞു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള വാക്ക് പ്രവർത്തികൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ കൽപ്പിച്ച ഏതെല്ലാം ഉണ്ടോ അതിനെല്ലാമാണ് ഇബാദത്ത് എന്ന് പറയുക. ഒരു ഇബാദത്തു ലഹാ അൻവാഉൻ കസീറ. ഈ തഅരീഫ് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ തഅരീഫിലാണ് തെറ്റിപ്പോവുക. ഇബാദത്ത് എന്ത് നിർവചിക്കുന്നിടത്താണ് വഴിമാറിപ്പോവുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ചോദിച്ചു, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ സമസ്തക്കാർക്ക് അറിയാം, ഇവിടെ എന്താണ് ഓരോന്നും തൗഹീദ് മനസ്സിലാക്കാത്തത് എന്ന് ഒരാൾ സംശയം ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർ ഈ തഅരീഫല്ല പറയുക, ഒരു മറ്റു നിർവചനം. ആ നിർവചനം ഹക്കാണ്. അപ്പോൾ ആ നിർവചനത്തിന് അവരെ ഭാഗം മറ്റൊരു വ്യാഖ്യാനം കൊടുത്തിട്ട് അതിനെ റൂട്ട് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ സാധാരണ പൊതുവേ ഈ സമസ്തയുടെ ഉസ്താദന്മാരൊക്കെ അവിടെ ഗ്രന്ഥങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന നിർവചനം ഇമാം ബൈളാവിയൊക്കെ പറഞ്ഞ നിർവചനമാണ്. അതായത് അഖ്സാ വായത്തിന് ഖുദൂഇ വത്തദല്ലുലി, അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവുമാണ് ഇബാദത്ത് എന്നാണ് ഇമാം ബൈളാവിയാണ് അറിഞ്ഞിടത്തോളം ഒരു നിർവചനം പറഞ്ഞത്. പിന്നെ അതിൽ നിന്നാണ് മറ്റു പലരും പിന്നെ അത് സ്വീകരിച്ചു പോകുന്നത്. അത് തെറ്റായ നിർവചനമൊന്നുമല്ല. സ്വാഭാവിക ഇബാദത്ത് എന്താണ്? അങ്ങേയറ്റത്തെ താഴ്മയും വിനയത്തെ പറഞ്ഞല്ലോ, മഹബത്തും ഖുദൂഅൊക്കെ അതിൽ വരും എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അപ്പം അങ്ങേ അറ്റം എന്ന് എപ്പോൾ പറയും? അതിലാണ് പിന്നെ അട്ടിമറിയൽ. അപ്പോൾ ഇവർ പറയുമ്പോൾ അങ്ങേ അറ്റത്തെ വിനയം എന്ന് പറയണമെങ്കിൽ ഇലാഹ എന്ന് വിശ്വസിക്കണം, അപ്പോഴേ അങ്ങേറ്റമാവുള്ളൂ. ഇലാഹ എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം എന്ത് വിനയം കാണിച്ചാലും ആ വിനയം അഖ്സാ ഗോയത്തല്ല, അങ്ങേ അറ്റത്തെ വിനയമല്ല എന്നാണ് അവർ പറയുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യണമൊന്നും ഇബാദത്തല്ല. അപ്പം ഇനി ഖബറിങ്ങ പോയി സുജൂദ് ചെയ്താലും ഇബാദത്തല്ല. കാരണം എന്താണ്? അഖ്സാ ഗോയത്തല്ല, അങ്ങേയറ്റമല്ല. അങ്ങേയറ്റമാകണമെങ്കിലോ ഇത് ഇലാഹാണ് എന്ന് വിശ്വസിക്കണം, സ്വയം കഴിവുണ്ട് വിശ്വസിക്കണം. അതുകൊണ്ടാണ് CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന് വിശ്വസിക്കാനും പോലും ബുദ്ധിമുട്ടില്ല. നമ്മളിലേക്ക് എന്താ അപ്പോൾ അതൊക്കെ മനസ്സിലാവാത്തത്? അത് മനസ്സിലാകാത്തതുകൊണ്ടല്ല. അവർ പറയുന്ന അസ്ല് പ്രകാരം മുദബ്ബിറുൽ ആലമാണ് വിശ്വസിച്ചാലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിൽ സ്വയം കഴിവില്ല എന്നാണെങ്കിൽ അല്ല കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ മതി. ചിലപ്പോൾ അല്ല കൊടുത്തിട്ടുണ്ടാവില്ല, കൊടുത്തിട്ടില്ലെങ്കിലും ശിർക്ക് വരുന്നില്ല. നമ്മൾ ആ വിശ്വസിച്ചത് അബദ്ധമായി പോയിനെ ഉണ്ടാവുള്ളൂ. ലോകം നിയന്ത്രിക്കാതെ കഴിവ് അല്ല കൊടുത്തു വിശ്വസിച്ചു, പക്ഷെ ഒരു മലപ്പുറം ജില്ല നിയന്ത്രിക്കാതെ കഴിവ് അല്ല കൊടുത്തുള്ളൂ വിചാരിക്കുക.
അപ്പം ധാരണ തെറ്റിനേ ഉള്ളൂ, ഷിർക്കിൻ്റെ പ്രശ്നം വരുന്നില്ല. എന്നാൽ ഒരു വിരൽ നിയന്ത്രിക്കാനുള്ള കഴിവ് സ്വയം ഉണ്ട് വിശ്വസിച്ചാലോ, അല്ല കൊടുക്കാത്തതുണ്ട് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാവുകയും ചെയ്തു. അതുകൊണ്ട് ലോകം മൊത്തം നിയന്ത്രിക്കും എന്ന് CMനെ പറ്റി വിശ്വസിച്ചാലും ഷിർക്ക് പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചത്. അപ്പോൾ പിന്നെ തേടിയാലും കുഴപ്പമില്ല, സുജൂദ് ചെയ്താലും കുഴപ്പമില്ല, നേർച്ച തന്നാലും കുഴപ്പമില്ല. ഈ ഇനങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല ഷിർക്ക് വരിക. ഈ ഇപ്പം നേർച്ച കൊടുക്കുക ഇബാദത്ത് ആകണമെങ്കിൽ സ്വയം കഴിവുണ്ട് വിശ്വസിക്കണം. അപ്പോൾ മൊയ്തീൻ ശൈഖ് സ്വയം കഴിവുണ്ട് വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പോൾ മൊയ്തീൻ ശൈഖിനോട് നേർച്ച കൊടുത്താലും ഷിർക്കല്ല, മൊയ്തീൻ ശൈഖ് സുജൂദ് ചെയ്താലും ഷിർക്കല്ല, മൊയ്തീൻ ശൈഖ് തവാഫ് ചെയ്താലും ഷിർക്കല്ല. അതൊന്നും പ്രശ്നമില്ല. ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അത് ഓക്കെ, അത് പറയും ചെയ്യാൻ പാടില്ല, പക്ഷേ ഷിർക്ക് വരുന്ന പ്രശ്നം ഇല്ല എന്നാണ് അവരത് ന്യായമായി പറയുക. ഈ നിർവചനത്തിലാണ് മാറുക. അത് വഹാബികൾ ഉണ്ടാക്കിയതാണ്, കാര്യകാലം എന്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അല്ലാതെ അതൊന്നും അതിൽ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അത് ഞങ്ങൾ ഷിർക്ക് ആക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച പണിയാണെന്നവരുടെ. അതെ, അസ്ബാബൊന്നുമില്ല. അള്ളാഹ്ക്ക് അസ്ബാബ് എന്ത്? അസ്ബാബ് ഇവിടെ ലോകത്ത് അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തു. ആ നിശ്ചയിച്ച അള്ളാഹ്ക്ക് അസ്ബാബിനെ അപ്പുറത്തുനിന്ന് കൊടുക്കാൻ പറ്റൂല ചോദിച്ചാൽ പറ്റും. അതൊരു പറയാം. ഇപ്പോൾ പശുവിനെ അറുത്തിട്ട് അതിന് കഷ്ണം കൊണ്ട് അടിച്ചപ്പോൾ മരിച്ചാൽ എണീറ്റു. അവിടെ എന്ത് സബബാണുള്ളത്? ഒരു സബബും ഇല്ല. അപ്പോൾ കറാമത്താണ്. കറാമത്തുള്ള കൊടുത്ത കഴിവാണ്, ഒരു സ്വയം കഴിവില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ അസ്ബാബിന് പ്രശ്നമൊന്നുമില്ല. അസ്ബാബ് സാധാരണഗതിയിലുണ്ട്. ആ അസ്ബാബിന് അപ്പുറത്ത് ഒരു ഇനി കഴിയില്ലാന്നൊന്നുമില്ല. അല്ല കഴിവ് കൊടുത്താൽ മതി. അപ്പം അള്ളയും പടപ്പും നമ്മുടെ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? അല്ല, സ്വയം കഴിയുന്നത് മാത്രം. വേറെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അള്ളാൻ്റെ എല്ലാ സിഫത്തും സൃഷ്ടികൾക്കും ഉണ്ടാകാം. പക്ഷെ ആ സിഫത്ത് വ്യത്യാസപ്പെടുന്നിടത്ത് അള്ളാഹ് അലീമാണ്, സൃഷ്ടി അലീമാണ്. വ്യത്യാസം എന്താണ്? അള്ളാഹിൻ്റെ ഇൽമ് സ്വയമുള്ളതാണ്, മറ്റൊരു ഇൽമ് അള്ളാഹ് കൊടുത്തതാണ്. അളവിൽ വ്യത്യാസം ഉണ്ടാകണമെന്നില്ല. അളവിലെവിടെയും വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. അതിന് രീതി വ്യത്യാസം ഉണ്ടാകണമെന്നില്ല. കാര്യകാലത്തെ വ്യത്യാസം ഉണ്ടായിക്കാം, ഒന്നും ആവണമെന്നില്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹ് കാണും പോലെ കാണും എന്ന് വിശ്വസിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താണ്? ഒന്ന് സ്വയമുള്ളതാണ്, മറ്റല്ലാഹ് കൊടുത്തതാണ്. അപ്പം അള്ളാഹിനെ പോലെ ആവൂലാന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞല്ലോ. അള്ളാഹ് കാണുന്ന എല്ലാം കാണും, അള്ളാഹ് ചെയ്യുന്ന എല്ലാം ചെയ്യും, ഒരു പ്രശ്നമില്ല. പക്ഷേ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടാണ്. അത് വിശ്വസിച്ചാൽ പ്രശ്നം. നമ്മൾ കൈവന്തിക്കണില്ലേ? എങ്ങനെ കൈവന്തിക്കണത്? അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് ഇല്ലുണ്ടാവില്ല. അപ്പം ശിർക്കുണ്ടാവില്ല. അവിടെയാണ് മക്കത്തെ മുസ്ലിഖ് വിഷയം ചർച്ച കൊണ്ടുവരിക. ആ മക്കത്തെ മുസ്ലിഖ് അടക്കം ശിർക്ക് ചെയ്തിട്ടില്ല പറയേണ്ടി വരും. കാരണം ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്ന് പറഞ്ഞ തൽബിയത്ത് പ്രകാരം ഒരു പ്രശ്നമൊന്നുമില്ല. റബ്ബേ നിനക്ക് പങ്കുകാരന് സ്വയമായി കഴിവുമില്ല. അപ്പോൾ ഒരു ശിർക്കല്ല രണ്ടിനും. ഇവിടെ സൂര്യനും ചന്ദ്രനും ആരൊക്കെ മനുഷ്യന്മാർ ഇതുവരെ ചെയ്യണത് സൂര്യന് സ്വയം കഴിവുകൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ലല്ലോ. അപ്പോൾ അത് ശിർക്കല്ല എന്ന് പറയേണ്ടി വരും. അല്ല, ബാഹ്യമായി ഏത് സൃഷ്ടിക്കും സുലൈമാൻ സഖാഫി എഴുതി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ബാഹ്യമായി ഏത് സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്താലും ഒരു പ്രശ്നവും വരാനില്ല. പക്ഷേ സമതിയത്ത് കൽപ്പിച്ചാൽ ശിർക്ക് വന്നു. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അപ്പം അള്ളാഹ്ക്കുള്ള ഒറ്റ സിഫത്ത് എന്തേ ഉള്ളൂ? സമദ്. അള്ളാഹ് സമദാണ്, സൃഷ്ടികൾ സമദല്ല. ബാക്കിയെല്ലാം അള്ളാഹിനെ പോലെ എന്ന് പറയാൻ പറ്റൂരിക്ക്. അത് ഈ പറഞ്ഞ അർത്ഥത്തിലെല്ലാം അതൊക്കെ എന്തേ ഉള്ളൂ? എല്ലാം സമദീയത്തിനധിഷ്ഠിതമാണ്. അള്ളാഹിന്റെ മുഴുവൻ നാമങ്ങളും സമദീയത്തിനധിഷ്ഠിതമാണ്. അപ്പൊ സമദായ അലീം, സമദായ ബസീർ, സമദായ സമീഅ, അതാ അള്ളാഹ്. എന്നാ അള്ളാഹ് കാണുന്ന എല്ലാം സിയമാണവർ കാണുമെന്ന് വിശ്വസിച്ചാലോ ഒരു വസ്തുവില്ല. എന്താണ് കാണുന്നത്? അള്ളാഹ് കഴിവ് കൊടുത്തുകൊണ്ട്. ഇനി അള്ളാഹ് കഴിവ് കൊടുത്തില്ല വിചാരിക്കുക, എന്നാൽ എന്തേ ഉള്ളൂ? കാണും നമ്മൾ വിചാരിച്ചു, മുമ്പ് കാണൂലായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ശിർക്കിന്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അതാണ് അവർ സ്വീകരിക്കുന്ന ബേസ്. അതുപ്രകാരം വിളിച്ചു പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, സുജൂദ് ചെയ്താലും കുഴപ്പമില്ല, തവാഫ് ചെയ്താലും കുഴപ്പമില്ല, അതൊന്നും ശിർക്ക് വരൂല. എന്നാൽ ബാഹ്യമായി അത്തരം ചെയ്യാൻ പറ്റുമോ ചോദിച്ചാലോ അത് പാടില്ല, ഹറാമാണ്. കാരണം ലാഹിറിൽ കാണുന്ന അത്തരം സംഗതികളൊക്കെ ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മറ്റൊരോട് സാദൃശ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ശിർക്കിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുക. അതാണ് ഇപ്പോൾ പിടുത്തം വിട്ട് പോയിട്ട് അവസാനം ഇപ്പോൾ ഒരിക്കന്നെ കൺട്രോൾ പോയി ലോകം മൊത്തം എന്തൊക്കെ എത്തിയപ്പോൾ പിന്നെ തിരിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞുകൂടാ. അതാണ് ഇപ്പോൾ നമ്മളെ പ്രശ്നം. ഇപ്പോൾ പേരോട് പുസ്തകമൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ അല്ല ഒന്നുമില്ല, ഒരു സഹായിക്കൂല, അവർ മുഖേന അല്ല സഹായിക്കുകയാണ്, അല്ലാതെ അവർ സഹായിക്കുന്നത് പറയാൻ പറ്റൂല എന്നിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു പോലെ കഴിഞ്ഞ് പിടുത്തം വിട്ട് വായ്പണം. അതിനാണ് ഔഷാദാസിനെയൊക്കെ വളരെ പരിഹാസപൂർവ്വം പറഞ്ഞത്. ഇതല്ലേ വഹാബികൾ പറഞ്ഞത്, അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണോ എന്ന് വെച്ചിട്ട് ഒരുപാട് ഉദാഹരണം മൂപ്പർ സ്വയം ഉണ്ടാക്കിയിട്ടൊക്കെ ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതായിരുന്നാലും ഈ നിർവചനത്തിലാണ് ഇതൊക്കെ
വഴിമാറുന്നത്. അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും. അതാണ് അവർ സാധാരണ പറഞ്ഞ നിർവചനം. ആ നിർവചനത്തിന് പിന്നെ ഒരു വ്യാഖ്യാനം കൊടുക്കും. അഖ്സാ ഗായത്ത് ആകണമെങ്കിൽ ഇലാഹാന്ന് വിശ്വസിക്കുക, അപ്പോഴേ അഖ്സാ ഗായത്താവുള്ളൂ, അല്ലെങ്കിൽ അഖ്സാ ഗായത്തല്ല. അത് ഓല വകയാണ്. അത് കിതാബിലുണ്ടോ ചോദിച്ചാൽ കിതാബിൽ എന്തേ ഉള്ളൂ, അഖ്സാ ഗായത്തെ ഖുദൂഇ വതദല്ലുൽ ഉണ്ടാവും. പക്ഷേ ഈ അഖ്സാ ഗായത്ത് ആകണമെങ്കിൽ സ്വയം കഴിവ് വിശ്വസിക്കണം എന്ന് മുൻഗാമികളാരും എഴുതി വെച്ചിട്ടില്ല. അത് പിന്നെ ബലവക വ്യാഖ്യാനിച്ചതാണ്. അവിടെയാണ് വഴി മാറിയത്. ഇബ്നു തൈമിയ്യ പറഞ്ഞ ഈ നിർവചനം അംഗീകരിക്കില്ല. കാരണം എന്താണ്, അള്ളാഹ് അംഗീകരിച്ച എല്ലാ അഴ്മാലും അഖ്വാലും അല്ലാഹിറ വൽ ബാത്തിന എന്ന് പറഞ്ഞാൽ ഖൗഫ് റജ ഒക്കെ ഇബാദത്തായി മാറി. അപ്പം പിന്നെ അത് സമർപ്പിച്ചാൽ ശിർക്ക് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ആ നിർവചനം ശരിയല്ല എന്ന് പറയും. അസ്ബാബുകൾക്ക് അതീതം, അത് റഷീദ് ഉണ്ടാക്കിയതാണ്, അത് ശരിയല്ല എന്ന് പറയും. അതൊന്നും നിർവചനത്തെ പറയാൻ പറ്റില്ല എന്നാണ് ഒരു പറയുക. എന്നാൽ മറ്റൊരു എവിടെ നിന്ന് കിട്ടി, ഇലാഹാന്ന് വിശ്വസിച്ചാൽ അഖ്സാവായത്ത് ആവുന്ന ആരുണ്ടാക്കി? അത് വളരെ അടുത്ത കാലത്ത് സൂഫികൾ ഉണ്ടാക്കിയതാണ്. ഉണ്ട്, പക്ഷെ ശിർക്ക് കണ്ടില്ല. ഒരു പറഞ്ഞ അസ്ബാബുണ്ട്, ലോകത്തെ അസ്ബാബുണ്ട്, അള്ളാഹ് ഇവിടെ സംഭവിച്ച തന്നെയാണ്. പക്ഷെ അസ്ബാബിന് അപ്പുറം പോയാൽ ശിർക്കാവുന്ന ഇവിടുന്ന് കിട്ടി. അതൊരു ചോദിക്കണേ. അസ്ബാബുകൾക്ക് അതീതമായതൊരു പടപ്പ് ചെയ്യുന്നു വിശ്വസിച്ചാൽ ശിർക്ക് വരുന്ന പ്രശ്നമൊന്നുമില്ല. അതോ അപ്പോഴേക്ക് അള്ളാഹിനെ പോലെ ആവുന്നില്ല. അതാണ് അവരതിൽ പറഞ്ഞു വെച്ച ബേസ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഈ പറഞ്ഞ എല്ലാ വിശ്വാസം കൊണ്ടെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തത്. അതൊക്കെ ഒരു അംഗീകരിക്കാം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒന്ന് സ്വയം കഴിവാണ്, മറ്റത് കൊടുത്ത കഴിവാണ്. പൊളിയും എല്ലാം പൊളി മാത്രം, ഒന്നുകിൽ അത് പൊളിയും, അല്ലെങ്കിലോ മക്കത്തെ മുസ്ലിക്ക് അടക്കം മുസ്ലിക്കല്ല പറയണം. ഒരുപാട് ആയത്തിലൊക്കെ മാറ്റിയേക്കണം. പിന്നെ വിധങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന റുക്കാവത്തമായ മറ്റേ ഷിർക്കുൻ ആദീസ് എടുക്കാൻ പറ്റൂല, ദാത്വൻവാത്തിൻ്റെ വിഷയം അത് എടുക്കാൻ പറ്റൂല. അങ്ങനെ തുടങ്ങി 100 കൂട്ടം ആയത്തുകൾ അതൊക്കെ ഒഴിവാക്കുകയോ മറ്റ് വ്യാഖ്യാനം കൊടുക്കുകയോ ചെയ്യണം. മക്കത്തെ മുസ്ലിക്കുകളുടെ വിശ്വാസം അതൊന്നും ശിർക്കായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിലോ ലാത്തയും മുസയും സ്വയം കഴിവുള്ളവനാണെന്ന് മക്കത്തെ മുസ്ലിക്ക് വിശ്വസിച്ചു എന്ന് സമർത്ഥിക്കണം. അത് സമർത്ഥിക്കാൻ കഴിയൂല. ശിർക്കുമായി ബന്ധപ്പെട്ടവനെ മുഴുവൻ ആയത്തുകളും ഇതൊക്കെ അർത്ഥമില്ലല്ലോ. ഫലാതല്ലാഹി അന്താദൻ, അത് പറയേണ്ട എന്താ ആവശ്യമുള്ളത്? അല്ലാഹ് അന്താദാവില്ലല്ലോ. അങ്ങനെ 100 കൂട്ടം ആയത്തുകൾ അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. വന്നൽ മസാജിദ് ഇല്ല ഫലാതദഉ മഅല്ലാഹി അഹദ, ഒരാളോടും ദുആ ചെയ്യരുത്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഒരാൾ ദുആ ചെയ്താൽ ദുആ ആവില്ലല്ലോ. ഇവർ പറഞ്ഞ പ്രകാരം ഒരാൾ ദുആ ചെയ്താൽ ദുആ ആകൂല. ഇപ്പോൾ ഫലാതദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞതിന് ഒരു പ്രസക്തി ഇല്ല. എന്തിനാ പറയണത്? അതിൻ്റെ ആവശ്യമില്ല. മാത്രം ശിർക്ക് പേടിക്കേണ്ട വിഷയമില്ല. ശിർക്ക് ഒരിക്കലും സംഭവിക്കില്ല. നബി തങ്ങൾ പറഞ്ഞല്ലോ, അറിഞ്ഞും അറിയാതെയും ശിർക്ക് വരാം, ഉണ്ടാവില്ലല്ലോ. അറിയാതെ ശിർക്ക് വരും. ഇങ്ങനെയാണെങ്കിൽ അറിയാതെ ഇപ്പോൾ സ്വയം കൈകൊണ്ട് വിശ്വസിക്കുമോ? ഞാനിപ്പോൾ അയാൾക്ക് സ്വയം കൈകൊണ്ട് അറിയാതെ വിശ്വസിച്ചു പോയി എന്ന് പറയില്ലല്ലോ. അപ്പോൾ അറിയാതെ ശിർക്ക് വരിക എന്നൊന്നില്ല. ഉറുമ്പരിക്കുന്നതൊക്കെ ഗോപ്യമായി നിങ്ങൾ ശിർക്ക് വരും എന്ന് നബി തങ്ങൾ പറഞ്ഞു. മെമ്പർമെന്നാണ് പറഞ്ഞത്. അത് നബി പറഞ്ഞു ശരിയല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ശിർക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട മുഴുവൻ ആയത്തും ഹദീസും ഒഴിവാക്കി വെച്ചെങ്കിൽ മാത്രമേ ഓല ബേസ് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഓല തെറ്റാറേണ്ടി വരും. ആവശ്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ശിർക്കിനെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പകരം മുസ്ലിം പഠിത്തം പറഞ്ഞില്ലേ, ചില ആൾക്കാർ ഇപ്പം അങ്ങനെ ശിർക്കിനെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാ ബേജാറാവണമെന്ന് ചോദിച്ച് നബി സ്വഹാബിയോടാണ് പറഞ്ഞത്, നിങ്ങൾ ശിർക്കിനെ ഭയപ്പെടണം, ഉറുമ്പലിക്കുന്നതിനേക്കാളും ഗോപ്യമായി നിങ്ങൾ ശിർക്ക് വരും. അബൂ മൂസ അശ്അരി മിമ്പറമെന്നാണ് പറഞ്ഞത്. നബിയുടെ കാലശേഷം സ്വഹാബിയ അബൂ മൂസ അശ്അരി അതേ മിമ്പറമെന്ന് ഖുതുബയിൽ പറഞ്ഞു, ഇത്തഖൂ ഹാദ ശിർക, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം. ഫഇന്നഹു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംലി, ഉറുമ്പരിക്കുന്നതിനേക്കാളും സ്വകാര്യമായി നിങ്ങൾ ശിർക്ക് വരും. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒക്കെ അവിടെ വളഞ്ഞു. നിങ്ങൾ എന്തായി പറഞ്ഞത്? ഞങ്ങൾ ശിർക്കിലേക്ക് പോകുന്നോ? അവിടെ നിങ്ങൾ പിൻവലിക്കണം എന്നാണ്. നിങ്ങളത് പിൻവലിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിൻവലിക്കാം, പക്ഷെ ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല. ഞങ്ങൾ താഴെ ഇരിക്കുമ്പോൾ നബി ഞങ്ങൾ മിമ്പറമെന്ന് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ വക പറഞ്ഞത്. അന്ന് ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയെ ഇതിനേക്കാളും സ്വകാര്യമായ ശിർക്ക് വരുമെങ്കിൽ എങ്ങനെയാണ് സൂക്ഷിക്കാൻ കഴിയുക? അപ്പം നബി ഞങ്ങൾക്ക് ദുആ പഠിപ്പിച്ചെന്നു, അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്തതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ, അറിയാതെ വല്ല ശിർക്ക് സംഭവിച്ചാൽ നീ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നബി ഞങ്ങളെ പഠിപ്പിച്ചെന്നു എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അറിഞ്ഞും ശിർക്ക് വരാം, അറിയാതെയും ശിർക്ക് വരാം. ഇതാണ് ശിർക്കിയെങ്കിൽ അറിയാതെ ഒരിക്കലും വരൂല. അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ വരുള്ളൂ. അങ്ങനെ ആരും വിശ്വസിക്കോ? അള്ളാഹിനെ പോലെ സ്വയം കഴിവുള്ള വേറൊരു അള്ളണ്ട് ഒരു മുസ്ലിം അതിനെ വിശ്വസിക്കുമല്ലോ, അല്ലാത്ത പോട്ടെ. ഒരു ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഇസ്ലാമിനെ പറ്റി വല്ലതും കേട്ട ഒരു മുസ്ലിം ഒരിക്കലും അത് വിശ്വസിക്കില്ല. അപ്പം ശിർക്കിനെ പറ്റി പേടിക്കാനുമില്ല.
അപ്പം നബി ഒരു മരം നിശ്ചയിച്ചു തരണം ഇത് സഹാബികൾ പറഞ്ഞപ്പോൾ ഇത് ഇലാഹിനെ വേണോ ചോദിക്കും പോലെയാണ് എന്ന് നബി പറഞ്ഞത് അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. നഅൂദുബില്ലാ. അപ്പോൾ ഒരിക്കലും അത് സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം വന്നത്. ഈ പ്രശ്നം വിട്ടാണ് പോയപ്പോൾ പിന്നെ ആർക്കും എന്തും പറയാനായി. അപ്പം പിന്നെ പറഞ്ഞ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നു, പഠിച്ചോൻ വരെ CM ആയി. അപ്പം ഒന്നും പ്രശ്നമില്ല, കാരണം ശിർക്ക് വരുന്ന പ്രശ്നമില്ല എന്ന് പറയേണ്ടിരുന്നു. ഇപ്പോൾ പാട്ടിറങ്ങിയല്ലോ CM പഠിച്ചോനാണിട്ട്, അന്ന് പേരോട് പറഞ്ഞത് കുഫ്രാണ്, പാടാൻ പാടില്ല. അപ്പോൾ വേറെ ഇറങ്ങിയല്ലോ ഇതെങ്ങനെ കുഫ്രാന്ന് പറയാം, അത് വഹാബിയാളെ വാദല്ലേ കുഫ്രാന്നുള്ളത്. നമ്മളെ വാദപ്രകാരം ഇനി പഠിച്ചോനാ പറഞ്ഞാലും ശിർക്ക് വരൂതല്ലോ. കാരണം എന്താ, പഠിച്ചോനാവാളെ കഴിവ് അല്ല കൊടുത്തു എന്ന് ചോദിച്ചാൽ പോരെ. ഇയാൾക്ക് പഠിച്ചോനാവാളെ കഴിവ് അല്ല കൊടുത്തു, സ്വയം കഴിവൊന്നുമില്ല. ഹൽക്ക് ചെയ്യാൻ പടക്കാളെ കഴിവല്ല കൊടുത്താൽ പോരെ. അല്ല കൊടുക്കൂല അറിയാൻ പറ്റുമോ? അല്ല കഴിവ് കൊടുക്കൂല എന്ന് ഒലിക്ക് പറയാൻ പറ്റുമോ? നമുക്കെന്ത് പറയാം, അള്ളാഹ് സിഫത്ത് അല്ല പടപ്പിന് കൊടുക്കൂല. അള്ളാഹ് സിഫത്ത് പടപ്പിനെ കൊടുത്താൽ അള്ളാഹു സ്വയം പങ്കാളിയെ സ്വീകരിച്ചു നടത്താം. അള്ളാഹുവിൻ്റെ വിശേഷണം അല്ലൊരു പടപ്പിന് കൊടുത്തു വിചാരിക്കുക. അതിനർത്ഥം എന്താണ്, അള്ളാഹു സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു. പിന്നെ എന്തിനാ അമ്പിയാക്കളെ പറഞ്ഞത്, എന്തിനാ ഖുർആൻ ഇറങ്ങിയത്, എന്തിനാ നരകം സ്വർഗ്ഗം ഉണ്ടാക്കിയത്? തൗഹീദ് ശിർക്കിന്റെ പേരിലല്ലേ. അപ്പം അവരെ സംബന്ധിച്ച് അള്ളാഹ് എന്തും കൊടുക്കാന്നാണ്. അതെ, അതിനൊന്നും അർത്ഥമില്ല. അതൊക്കെ എന്താണ്, സ്വയം കഴിവുള്ള പലതാണ്, അല്ലാത്തുണ്ടാവും എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനം പറയാം. അപ്പം ഇത് ഒരിക്കലും ഇസ്ലാമിൻ്റെ ഒരു നിലക്കും യോജിക്കാത്ത ബേസാണ്. അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്, ഷിയാക്കൾ സ്വീകരിച്ച അസ്ലാണ്. ആ അസ്ലാണ് ഇവിടെ സൂഫിസത്തിലൂടെ സ്വീകരിച്ച പോകുന്നത്. ഏതായിരുന്നാലും ഈ നിർവചനത്തിലാണ് ഇതൊക്കെ വഴിമാറുന്നത്. അത് ഒരു പറഞ്ഞാൽ അത് ഒരു വിശ്വാസം അനുസരിച്ച് പറഞ്ഞില്ല എന്നാണ്. അത് വിശ്വാസപ്രകാരം പറഞ്ഞില്ല, ഒരു വെറുതെ പറഞ്ഞിരുന്നു. മാത്രമല്ല പിന്നെ ഇല്ലാ ശരീക്കൻ, ഒരു ശരീക്ക് ഉണ്ട് പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞെന്താണ്, ലാ ശരീക്കല്ല, ഒരു ശരീക്കും ഇല്ല എന്നാണ്. അപ്പം അത് ഒരുപാട് കൂട്ടാൻ പറ്റില്ല. പക്ഷെ അവരില്ല, അവർ പിന്നെ തുടങ്ങിയപ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ നബി പറഞ്ഞു കത് അവിടെ നിർത്തി. അവിടെ നിർത്തിയാൽ പ്രശ്നം തീർന്നു. പക്ഷെ നിർത്തിയില്ല. പിന്നെ ഒരു ബാക്കി പറഞ്ഞത് ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലിക്കുഹു വമാലക. ഇല്ലാ ശരീക്ക് എന്ന് പറഞ്ഞില്ലേ, ഒരു ശരീക്കുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളെ വാദപ്രകാരം വഹിദഹു ലാ ശരീക ല. അപ്പം അതൊരിക്കലും ഒരുപോലെയല്ല. കാരണം ഓൽക്ക് അറിയാവുന്നത് ശരീക്കാണ്. ഇങ്ങനെ കൊടുത്താലും ശരീക്കാന്ന് ഓൽക്ക് ഒരു അറബിയാണല്ലോ. ഇവർക്ക് ശരീക്കെന്നൊന്നും മനസ്സിലായിട്ടില്ല, മറ്റും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ശരീക്കിനെ സ്ഥാപിക്കും ചെയ്യാം, ലാ ശരീക്കല പറയും ചെയ്യാം. അതാ വ്യത്യാസം. ഓളെ സംബന്ധിച്ചത് ദുആണ്, ഇത് ഇലാഹാണ്, ഇത് ശരീക്കാണ്, ഇത് ശിർക്കാണ് എന്ന് ഓൽക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഓര് സമ്മതിച്ചു, ഇവരെ സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. അതാണ് വ്യത്യാസം. അതെ, യെസ്. ഏതായിരുന്നാലും ഒരു ഇബാദത്തു ലഹ അൻവാഉൻ കസീറ, ഒരു ഇബാദത്തു ലഹ അൻവാഉൻ കസീറ. ഇബാദത്തിന് ഒരുപാട് ഇനങ്ങളുണ്ട്. ഇബാദത്തിന് ഫസ്സലാത്തു വസ്സകാത്തു വസ്സിയാമു വൽ ഹജ്ജു, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, വസിദ്ഖുൽ ഹദീസ്, സത്യം പറയൽ, വഅദാഉൽ അമാന, അമാനത്ത് കൊടുത്തു വിട്ടൽ, വബിറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യൽ, വസിലത്തുൽ അർഹാം, കുടുംബബന്ധം ചേർക്കൽ, വൽ വഫാഉ ബിൽ ഉഹൂദി, കരാറുകൾ പാലിക്കൽ, വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, സദാചാരം കൽപ്പിക്കൽ, ദുരാചാരം വിരോധിക്കൽ, വൽ ജിഹാദു ലിൽ കുഫാരി വൽ മുനാഫിഖീൻ, മുനാഫിഖുകളും കുഫാറുകളുമുള്ള ജിഹാദ്, വൽ ഇഹ്സാനു ഇലൽ ഹയവാനി വൽ ഐതാമി വൽ മസാകിൻ വബിനിസ് സബീലിൽ മംലൂക് മിൻ അദബിൽ ബഹായിം, നന്മകൾ ചെയ്തു കൊടുക്കുക ജീവികൾക്ക്, യതീമുകൾക്ക്, മിസ്കീന്മാർക്ക്, വഴിയാത്രക്കാർക്ക്, അടിമകൾക്ക്, മനുഷ്യന്മാർക്ക്, മൃഗങ്ങൾക്ക്, വദ്ദുആ വദ്ദിക്ർ വൽ ഖിറാഅ, പ്രാർത്ഥന, ദിക്ർ, ഖിറാഅത്ത്, കുല്ലു ദാലിക മിനൽ ഇബാദ, ഇതെല്ലാം ഇബാദത്തിൽപ്പെട്ടതാണ്. വകദാലിക ഹുബ്ബുല്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കൽ, വഹുബ്ബു റസൂലിഹി, റസൂലിനെ സ്നേഹിക്കൽ, വഖശ്യത്തുല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടൽ, വൽ ഇനാബത്തു ഇലൈഹി, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങൽ, കുല്ലു ദാലിക മിനൽ ഇബാദ, അതെല്ലാം ഇബാദത്താണ്. വകദാലിക അദ്ദബ്ഹു വന്നദറു, അറവ്, നേർച്ച, വൽ ഇസ്തിആദ, അഭയതേട്ടം, വൽ ഇസ്തിആന, സഹായതേട്ടം, വൽ ഇസ്തിഗാസ, ശരണതേട്ടം, അഭയതേട്ടം, ഇതെല്ലാം ഇബാദത്തിൽ പെട്ടതാണ്. ഇതൊക്കെ അല്ലാഹുവിന് മാത്രമാണ്. ഫയജിബു സർഫുൽ ഇബാദത്തി ബിജമീഇ അൻവാഇഹി ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഇബാദത്തുകൾ, അതിന് എല്ലാ ഇനങ്ങളും അല്ലാഹുക്ക് മാത്രം തിരിക്കൽ വാജിബാണ്. ഈ എല്ലാ ഇനങ്ങളും സർഫുൽ ഇബാദ, ഇബാദത്തെ തിരിക്കുക, ബിജമീഇ അൻവാഇഹി, അതിന് മുഴുവൻ ഇനങ്ങളും ലില്ലാഹി വഹ്ദഹു, അല്ലാഹുക്ക് മാത്രം, ലാ ശരീക ലഹ, ഒരു പങ്കുകാരില്ല.
അള്ളാഹ് കൽപ്പിച്ചാണ്. റസൂലിനെ സ്നേഹിക്കുക എന്നത് അള്ളാഹ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ്. അപ്പം ഇവരെ സംബന്ധിച്ചോ ഇതൊക്കെ നയിക്കുന്ന ഇബാദത്തല്ല. ഇതൊക്കെ ഇബാദത്ത് ആവണമെങ്കിൽ എപ്പോഴേ ആവുള്ളൂ? ഈ പറഞ്ഞ സ്വയം കഴിവുണ്ട് വിശ്വസിച്ചുകൊണ്ട് സമർപ്പിച്ചാലേ ഇതൊക്കെ ഇബാദത്താവുള്ളൂ. അല്ലെങ്കിൽ അതൊന്നും ഇബാദത്താവുകയില്ല. അതുകൊണ്ട് ഇത് സമർപ്പിച്ചാൽ മാത്രം ശിർക്ക് വരികയുമില്ല ഇവരെ വീക്ഷണപ്രകാരം. അതാണ് വ്യത്യാസം വരുന്നത്. ഫമൻ സ്വറഫ മിൻഹാ ശൈഅൻ ലിഗൈരില്ലാഹ്, അതുകൊണ്ട് ഇതിൽ വല്ലതും ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരേക്ക് തിരിച്ചാൽ, കമൻ ദഅ ഗൈറല്ലാഹ്, അള്ളാഹു ദുആ ചെയ്തു, ഔ ദബഹ അറവ് നടത്തി, ഔ നദറ നേർച്ചയാക്കി, ലിഗൈരില്ലാഹ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി, അവിസ്തആന അവിസ്തഗാസ ബിമയ്യിത്തിൻ അല്ലെങ്കിൽ സഹായം അർത്ഥിച്ചു, ബിമയ്യിത്തിൻ ഒരു മയ്യിത്തിനോട്, ഔ ഗായിബിൻ അല്ലെങ്കിൽ ഗായിബിനോട്, ഔ ബിഹയ്യിൻ ഹാദിരിൻ അല്ലെങ്കിൽ ഹയ്യും ഹാദിറുമായവനോട്, ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് അള്ളാഹുവിനല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. ഹയ്യാണ് ഹാദിറാണ്, പക്ഷേ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം. അതാണ് ഏത്? അസ്ബാബിനപ്പുറമുള്ളത്. അസ്ബാബുകൾക്ക് അപ്പുറമുള്ള കാര്യമാണ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. അതൊരാൾ ഹയ്യും ഹാദിറുമായതിനോട് ചോദിച്ചു, എന്നാലും ഫഖദ് അശ്റക ശിർക്കൽ അക്ബർ, അവൻ ചെയ്തത് ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്കാണ്. വഅദ്നബ ദംബ അല്ലദീ ലാ യുഗ്ഫറു ഇല്ലാ ബിത്തൗബ, തൗബ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത പാപമാണ് അവൻ ചെയ്തിരിക്കുന്നത്. കാരണം വായിബായ ഷിർക്കായി. വായിബാവുമ്പോൾ വായിബ് തേടണമെങ്കിൽ സ്വാഭാവികം വായിബിൽ അത്രയും കഴിവ് അവൻ വിശ്വസിക്കണം. ഇനി ഹാദിറാണ് പക്ഷെ തേടപ്പെട്ട കാര്യമോ മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അപ്പോഴും ഷിർക്ക് വന്നു. ഇനി മയ്യിത്തായി അപ്പോഴും ഷിർക്ക് വന്നു. കാരണം ഹയ്യല്ല. അപ്പം ഹയ്യ ഹാദിർ ഖാദിർ ഖുദ്റത്ത്, അതന്നെയാണ് ഇതിന് അസ്ലായിട്ട് ഇവരൊക്കെ പരിചയപ്പെടുത്തിയത്. സവാഉൻ സ്വറഫ ഹാദ النوع من العبادة لصنم أو لشجر أو لحجر أو لنبي من الأنبياء أو لولي من الأولياء حي أو ميت. ഈ ഇബാദത്തുകൾ ആർക്ക് സമർപ്പിക്കുന്നു എന്നതല്ല. അത് ലിസ്വനമിൻ ഒരു വിഗ്രഹത്തെ സമർപ്പിച്ചാലും ശരി, ഔ ലിശജരിൻ അല്ലെങ്കിൽ മരത്തിനായാലും ശരി, ഔ ലിഹജരിൻ കല്ലിനായാലും ശരി, ഔ ലിനബിയ്യിൻ മിനൽ അംബിയ ഒരു നബിക്കാണെങ്കിലും ശരി, ഔ ലിവലിയ്യിൻ മിനൽ ഔലിയാ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനാണെങ്കിലും ശരി, ഹയ്യിൻ ഔ മയ്യിത്തിൻ ജീവിച്ചിരിപ്പോഴാണെങ്കിലും ശരി, മയ്യിത്താണെങ്കിലും ശരി, ഈ ഇബാദത്തുകൾ ഇതിൽ എന്തിനും ഏതിനും ആർക്ക് സമർപ്പിച്ചാലും ശരി അതൊക്കെ തുല്യം തന്നെയാണ്. കമാ യഫ്അലുൽ യൗമ ഇന്ന് ചെയ്യപ്പെടുന്നത് പോലെ ഇൻദൽ അദ്രിഹത്തിൽ മബ്നിയത്തി അലൽ ഖുബൂർ, ഖബറുകൾക്ക് മേലെ നിർമ്മിക്കപ്പെട്ട എടുപ്പുകളിൽ ദർഗകളിൽ പോയി ഇന്ന് ചെയ്യുന്നത് പോലെ. ഫഇന്നല്ലാഹ ലാ യർളാ അൻ യുശ്റക മഅഹു ഫീ ഇബാദത്തിഹി അഹദുൻ, ഇബാദത്തിൽ പടച്ച റബ്ബിന്റെ കൂടെ ഒരാൾ പങ്കു ചേർക്കപ്പെടുക എന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, അത് അള്ളാഹിന്റെ കൂടെ മറ്റൊരാൾക്കും കൂടി എന്ന് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ വലാ വലിയ്യുൻ വലാ ഗൈറുഹും, അത് മുഖറബായ മലക്കാവട്ടെ, ഒരു നബിയാവട്ടെ, മുർസലാവട്ടെ, വലിയാവട്ടെ, ആരായാലും ശരി പടച്ച റബ്ബിനുള്ള ഇബാദത്ത് ഒരു പടപ്പിന് കൂടി പങ്കു ചേർക്കപ്പെടുക എന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. ഖാല തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു തആല പറഞ്ഞു തീർച്ചയായും അല്ലാഹു പൊറുക്കുകയില്ല അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അല്ലാഹു പൊറുക്കുകയില്ല. അതൊരു പ്രയോഗമാണ്. സാധാരണ മലക്കുൽ മുഖറബ് നബിയ്യുൻ മുർസൽ പൊതുവെ പ്രയോഗം പ്രയോഗിച്ച് പോണത്. അല്ലാത്ത മലക്കും ഏത് മലക്കും അങ്ങനെ തന്നെയാണ്. വഖാല തആല ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നബി അല്ലാഹ് പറഞ്ഞു ഫലാ തദ്ഉ നിങ്ങൾ ദുആ ചെയ്യരുത് മഅല്ലാഹി അല്ലാഹുവിൻ്റെ കൂടെ അഹദൻ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും അല്ലാഹ് പറഞ്ഞു. വഖാല തആല വലാ തുശ്രികൂ ബിഹി ശൈആ, അവൻ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഷൈഅന്ന ഒന്നിനെയും, ഒരു ഇലാഹിനെയും എന്നല്ല, ഒന്നിനെയും പങ്കു ചേർക്കരുത്. അഹദൻ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്. ഫലാ തദ്ഉ എന്നിട്ട് മഅല്ലാഹി അഹദൻ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതൊക്കെ അഹദം നിക്രയാണ്, ആമാണ്, പൊതുവായ അർത്ഥമാണ്. അല്ലാത്ത ഏതും അതിൽപ്പെടും. ഒന്നിനോടും ദുആ ചെയ്യാൻ പാടില്ല, ഒന്നിനെയും ശിർക്ക് വെക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. വമഅൽ അസഫി ശദീദ്, എന്നാൽ അങ്ങേയറ്റത്തെ ഖേദമെന്ന് പറയട്ടെ, ഫഖദ് തുഖിറത്തിൽ ഖുബൂറുൽ യൗമ ഫീ ബഅദിൽ ബിലാദി ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്, ചില നാടുകളിൽ ഇന്ന് ഖബറുകളെല്ലാം ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. ഷെയ്ഖിന്റെ നാട്ടിൽ അതില്ല, അദ്ദേഹം ഏത് സൗദി അറേബ്യയിലാണല്ലോ, അവിടെ അങ്ങനത്തെ ഖബറില്ല. അതുകൊണ്ടാണ് ചില നാടുകൾ എന്ന് പറഞ്ഞത്.
മിമ്മൻ യദ്ദഊനൽ ഇസ്ലാം, ഇസ്ലാമിനെ അവകാശപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇന്ന് ഈ പണി ചെയ്തുകൊണ്ടിരിക്കും. ചെതിരാവട്ടെ ഏത് സ്ഥലത്ത് വെച്ചും അല്ലാഹു അത്ര വിളിക്കുന്നു. ചിലപ്പോൾ ഖബറിനടുത്ത് നയിക്കോളുന്നില്ല, ഖബറില്ല, ഒന്നുമില്ല. ലോകത്തെ എവിടെ പോയി പെട്ടാലും അവിടെ നിന്നൊക്കെ തേടാൻ പറ്റിയവരായിട്ട് ചില സൃഷ്ടികൾ സ്വീകരിക്കും. അത് ഗൗരവം കൂടും. മറ്റേ ഖബറിൽ പോയി തേടാണ്. ഇവന് ഖബർ വേണമെന്നില്ല. ഓനെ എവിടെയാണെങ്കിലും ശരി, ഓനെ എന്ത് പ്രശ്നം വന്നാലും അപ്പോൾ ഒറ്റ വിളി പടപ്പിനെയാണ്. കമയ്യഖൂൽ, ചിലർ പറയും യാ റസൂലല്ലാഹ് എന്ന് പറയും. ഇൻദ ഖിയാമിഹി ഔ മുഫാജഅതി ബിശൈഇൻ ഗരീബിൻ, അപരിചിതമായ വല്ലതും പെട്ടെന്ന് വന്നാൽ അപ്പം വിളിക്കും യാ റസൂലല്ലാഹ്. ഔ യഖൂൽ അൽ മദദ് യാ റസൂലല്ലാഹ്, റസൂലെ സഹായിക്കണേ. ഔ യാ ഫുലാൻ, അല്ലെങ്കിൽ റസൂലിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വെച്ചുകൊണ്ട്. വൈദാ നുഹു അൻ ദാലിക, അത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്താലോ ഖാലു, അവർ പറയും നഹ്നു നഅലം, ഞങ്ങൾക്കറിയാം, അന്ന ഹഉലാഇ ലൈസ ലഹും മിൻ അംരി ശൈഉൻ, ഇവർക്കൊന്നും ഒരു കഴിവുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഉലാകിൻ ഹഉലാഇ ഉനാസുൻ സ്വാലിഹൂൻ, ഇവരൊക്കെ സ്വാലിഹീങ്ങളായ ആളുകളാണ്. ലഹും ജാഹുൻ ഇൻദല്ലാഹ്, ഇവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനമുണ്ട്. വയഹ്നതുലു ബിജാഹിഹിം വശഫാഅതിഹിം, അവരെ ജാഹ് കൊണ്ടും ഷഫാഅത്ത് കൊണ്ടുമാണ് ഞങ്ങൾ തേടുന്നത് എന്നാണ് അവർ പറയുക. അല്ലാതെ ഇവർക്കൊന്നും ഒരു കഴിവില്ല, ഇവർക്കൊന്നുമില്ല, ഞങ്ങൾക്കറിയാം, അല്ലാഹുവിനടുത്തൊരു സ്ഥാനമുള്ളവരാണ്, ആ സ്ഥാനം വെച്ച് ഞങ്ങൾ തേടുകയാണ് എന്നാണ് ഇവർ ന്യായമായി പറയുക. ഒനസിയഹ ഉലായി, ഇക്കൂട്ടർ മറന്നുപോയി. ഔ തനാസൗ, അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നു. എന്ത്? വഹും യഖ്റഊന ഖുർആൻ, ഖുർആൻ ഓതുന്നുണ്ട്. അന്ന ഹാദാ ബിഐനിഹി ഖൗലുൽ മുശ്രിക്കീൻ, ഇത് തന്നെയാണ് മുശ്രിക്കീങ്ങളുടെ വാദവുമെന്ന് ഖുർആൻ പറഞ്ഞത്. ഇവർ മറക്കുകയോ അല്ലെങ്കിൽ മറന്നതായി അഭിനയിക്കുകയോ ചെയ്യുന്നു. കമാ ദക്കറല്ലാഹു ഫിൽ ഖുർആനി, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ഫി ഖൗലിഹി തആല, സൂറത്ത് യൂനുസ് ആയത്ത്, വയഅബ്ദുന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. മക്കത്തെ മുശ്രിക്കിനെ പറ്റി അല്ലാഹു പറഞ്ഞ ആയത്താണ്. വയഅബ്ദുന, അവർ ആരാധിക്കുന്നു, മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നു, മാ, ഒന്നിനെ. എങ്ങനത്തെ ഒന്നാണ്? ലാ യദുർറുഹും, ഇവർക്കൊരു ഉപദ്രവം ചെയ്യാൻ കഴിയാത്തവയെ, വലാ യൻഫഉഹും, ഉപകാരവും ചെയ്യാത്തവയെ അവർ ആരാധിക്കുന്നു. വയഖൂലൂന, എന്നിട്ട് അവർ പറയുന്നു, ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നവർ പറയുന്നു. അല്ലാഹുവിന് പുറമെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്തവയെ ആരാധിക്കുകയും അവ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. അല്ലാഹു മറുപടി പറഞ്ഞു, ഖുൽ, നബിയെ താങ്കൾ പറയുക, അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർളി, ആകാശങ്ങളിലോ ഭൂമിയിലോ അല്ലാഹ്ക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾ അല്ലാഹനെ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുക എന്നാണ്. അങ്ങനെ ശുപാർശക്കാർ അല്ലാഹ് വെച്ചിട്ടില്ല. ഇവരോട് പോയി തേടിയാൽ അവരവിടെ പോയി പറയുക, അത്തരം ശുപാർശക്കാർ അല്ലാഹ് നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ അല്ലാഹ്ക്ക് അറിയാത്ത സംഗതി നിങ്ങൾ അല്ലാഹനെ പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന് ചോദിച്ചു നോക്കി നബിയെ എന്ന് അല്ലാഹ് മറുപടി പറഞ്ഞത്. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, ആവശ്യമില്ല. സുബ്ഹാനഹു വതആല, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. സുബ്ഹാന, അവിടുത്തെ പരിശുദ്ധ, വതആല, അവൻ അത്യുന്നതനാണ്. അമ്മാ യുശ്രികൂൻ, അവർ ഈ പങ്കു ചേർക്കുന്നതൊക്കെ അല്ലാഹു തആല എത്രയോ പരിശുദ്ധനാണ്. കാരണം പങ്കു ചേർത്ത് എന്താണ്? ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ചതിന് അല്ലാഹ് എന്ത് പറഞ്ഞത്? സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ ഉന്നതനാണ്, പരിശുദ്ധനാണ് എന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നാണ് അല്ലാഹ് അവിടെ പറഞ്ഞത്. മറ്റു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അലാ അറിയുക, ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ വണക്കം പടച്ച റബ്ബിനാകുന്നു. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അവന് പുറമെ ഔലിയാഇനെ സ്വീകരിക്കുന്നവർ, അവരുടെ ന്യായം, മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്നവർ പറയുന്നു. അതാണ് അവരെ മറ്റൊരു ന്യായം. ഒരു ന്യായം, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ റബ്ബിന്റെ പക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. മറ്റൊന്ന്, ഞങ്ങളവരെ ആരാധിക്കുന്നില്ല, എന്തിനല്ലാതെ, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്നവരെ പറയുന്നു. അതാണ് ഇവർ ന്യായം പറയാം. അപ്പോൾ ഒരു ആരാധിക്കേണ്ടത് സംഭവിച്ചല്ലോ, ഞങ്ങൾ ആരാധിക്കണില്ല. ഒരു മാന അഅ്ബുദു എന്ന് പറഞ്ഞില്ലേ,
അതാണ് വ്യത്യാസം എന്നറിയാം. ഓൽക്കറിയാം ഇത് ഇബാദത്താണ്, ഈ ചെയ്യുന്ന പണി ഇബാദത്താണെന്ന് ഓൽക്കറിയാം. ഓല് പറഞ്ഞു ഇബല് ഇബാദത്ത് സമർപ്പിക്കുകയും ചെയ്യുക, ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് വാദിക്കുകയും ചെയ്യുക. എന്നാൽ അല്ലാഹ് മറുപടി പറഞ്ഞു ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, പടച്ച റബ്ബ് അവർക്കിടയിൽ വിധി പറയും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ അല്ലാഹ് തീർപ്പ് കൽപ്പിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, ഈ കള്ളന്മാരായ വ്യാജം പറയുന്നവരായ നന്ദി കെട്ടവരായ ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അപ്പം എന്താ ഒരു കളവ്? ഇവ ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കും. അത് ഓലവക ഉണ്ടാക്കിയതാണ്, അത് അല്ലാഹ് നിശ്ചയിച്ചതല്ല. നിങ്ങൾ ബലപ്പോയി ഭാഗത്തെടുത്തോളി, ഒരു അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന അല്ലാഹ് പറഞ്ഞിട്ടില്ല, ഒരു നബിയും പറഞ്ഞിട്ടില്ല. ഇവരുണ്ടാക്കി ലാത്തനോട് നേടിയാൽ ലാത്ത റബ്ബിലേക്ക് അടുപ്പിക്കും. അല്ലാഹ് പറയാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ ഹുവ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, കാദിബായവനെ കഫാറായവനെ അല്ലാഹു തആല നേർവഴിയാക്കുകയില്ല എന്ന അല്ലാഹ് കൊടുത്ത മറുപടി അവിടെ. ഫസമ്മാഹും, അല്ലാഹ് അവരെ വിളിച്ചു കുഫാറൻ കദിബതൻ. കണ്ടോ, അല്ലാഹ് രണ്ട് പേരെ വിളിച്ച്, ഒന്ന് കുഫാർ നന്ദി കെട്ടവൻ, കദബതൻ കളവ് പറയുന്നവർ, കഫാർ അതേപോലെ നന്ദി കെട്ടവർ. വഹും യഅ്തഖിദൂന, അവരുടെ വിശ്വാസമോ അന്ന ഹൗലാഇൽ ഔലിയാ, ഈ ഔലിയാ മുജറദ് വസായിത ബൈനഹും വബൈനല്ലാഹ്, അവർക്കും അല്ലാഹ്ക്കും ഇടയിലുള്ള കേവലം മധ്യവർത്തികളാണ് എന്നേ വിശ്വസിക്കുന്നുള്ളൂ. കാരണം എന്താ പറഞ്ഞത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അല്ല അവർക്ക് സ്വയം കഴിവുണ്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹ്ക്കും ഞങ്ങൾക്കും ഇടയിലെ മധ്യവർത്തികളാണ് എന്ന് വിശ്വസിച്ച ആളുകളെ പറ്റി അല്ലാഹ് പറയാണ് ഒരു കഫാറാണ്, കാദിബീങ്ങളാണ്. ഫീ ഖളാഇ ഹവായിജിഹിം, ഇവരെ ആവശ്യം നിർവഹിക്കാനുള്ള മധ്യവർത്തികളാണ്. വഹാദാ മാ യഖൂലുഹു ഉബ്ബാദുൽ ഖുബൂരി അൽ യൗം, അത് തന്നെയാണ് ഇന്ന് ഖബറാരാധന ചെയ്യുന്ന ആളുകളും പറയുന്നത്. തശാബഹത് ഖുലൂബുഹും, അവരുടെ കൽബുകൾ പരസ്പരം സാദൃശ്യപ്പെട്ടിരിക്കുന്നു. അത് ഖുർആനിലെ പ്രയോഗമാണ്, മറ്റൊരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. അപ്പൊ അന്ന് അവർ പറഞ്ഞ അതേ ന്യായം ഇന്നിതാ ഇവിടെ ഇവർ പറയുന്നു. അപ്പൊ രണ്ടും പരസ്പരം സാദൃശ്യമായി മാറിയിട്ടുണ്ട്. ഫൽവാജിബു അലാ ഉലമാഇൽ ഇസ്ലാം, അതുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് അൻ യുൻകിറു ഹാദ ശിർക്ക് ശനീഅ, ഈ മോശമായ നീചമായ ശിർക്കിനെ എതിർക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. വയുബയ്യിനൂഹു ലിന്നാസ്, ജനങ്ങൾക്ക് ഇത് വ്യക്തമാക്കി കൊടുക്കലും. വൽവാജിബു അലാ ഹുക്കാമിൽ മുസ്ലിമീൻ, മുസ്ലിം ഭരണാധികാരികളുടെ മേൽ ബാധ്യതയാണ് ഹദ്മു ഹാദിഹിൽ ഔസാൻ, ഇത്തരം വിഗ്രഹങ്ങൾ മുഴുവൻ തകർക്കൽ. വതത്ഹീറുൽ മസാജിദി മിൻഹാ, പള്ളികളിൽ നിന്ന് അതൊക്കെ ശുദ്ധീകരിക്കൽ ഇവിടെ മുസ്ലിം നേതാക്കന്മാരുടെ ഭരണാധികാരികളുടെ ബാധ്യതയുമാകുന്നു. പണ്ഡിതന്മാരുടെ ബാധ്യത ഇത് പറഞ്ഞു കൊടുക്കുക, അധികാരമുള്ള ഭരണാധികാരികളുടെ ബാധ്യത ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. വഖദ് അൻകറ കസീറുൻ മിൻ അഇമ്മത്തിൽ മുസ്ലിഹീൻ ഹാദാ ശിർക, ഇസ്ലാഹ് നടത്തിയ ധാരാളം ഇമാമുമാർ ഈ ശിർക്കിനെ ഏത് കാലത്തും നിഷേധിച്ചു പോന്നിട്ടുണ്ട്. മുസ്ലിഹീൻ, ഓരോ നാട്ടിലും ഇസ്ലാഹ് നടത്തിയവരുണ്ടാവും. ഈ വക പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഇസ്ലാഹ് നടത്തി, അവരൊക്കെ ഇത് എതിർത്തവർ തന്നെയാണ്. വനഹൗ അൻഹു, അവരത് വിരോധിച്ചവരാണ്. വഹല്ലറു വഅൻദറു, അവർ താക്കീത് ചെയ്തവരാണ്. വമിൻ ഹൗലായി, അത്തരം പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വതിൽമീദുഹു ഇബ്നു ഖയ്യിം വശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വശൈഖ് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അസ്സൻആനി വശൈഖ് മുഹമ്മദ് ബിൻ അലി അശ്ശൗകാനി വകസീർ മിൻ അയിമ്മത്തി ഖദീമൻ വഹദീസാ, പണ്ടും ഇപ്പോഴും, ഖദീമൻ വഹദീസ, മുമ്പും ഇപ്പോഴും, ആധുനികരും പൗരാണികരുമായ ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇത്തരം ശിർക്കിനെതിരെ പടപൊരുതിയവർ തന്നെയാണ്. വഹാദിഹി മുഅല്ലഫാത്തുഹും ബൈന ഐദീന, അവരൊക്കെ രചിച്ച രചനകൾ ഇതാ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ലഭ്യമാണ്. ഓലൊക്കെ അന്ന് കൃത്യമായി പറഞ്ഞത് അവരെഴുതി വെച്ച കിതാബുകൾ ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ട്. വഫീ ദാലിക യഖൂൽ ഇമാമു ഷൗക്കാനി, ഉദാഹരണമായി ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം എടുത്തു കൊടുക്കാൻ ഫീ നൈലുൽ ഔത്താർ, അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് നൈലുൽ ഔത്താർ എന്ന 8 വാള്യമുള്ള കിതാബാണ് നൈലുൽ ഔത്താർ. അതിൽ അദ്ദേഹം പറയുന്നു വകം സറാ മിൻ തശ്ഈദി അബ്നിയത്തിൽ ഖുബൂരി വതഹ്സീനിഹാ മിൻ മഫാസിദ യബ്കീ ലഹൽ ഇസ്ലാം, ഖബറുകൾ കെട്ടുയർത്തി ഉഷാറാക്കി നന്നാക്കി കൊണ്ടുവരുന്ന ഇത് മുഖേന എന്തെല്ലാം ഫസാദുകളാണ് വന്നിരിക്കുന്നത്. യബ്കീ ലഹൽ ഇസ്ലാം, അതോർത്ത് ഇസ്ലാം കരഞ്ഞു പോകുന്നു. ഷൗക്കാനി റഹിമഹുല്ലാഹ് അന്ന് പറഞ്ഞാണ് മിൻഹാ, അതിൽപ്പെട്ടതാണ് ഇഅ്തിഖാദുൽ ജഹലത്തി, ചില ജാഹിലിയങ്ങൾ വിശ്വസിക്കുന്നു. കൈത്തിഖാദിൽ കുഫാരിൽ അസ്നാമി, അവിശ്വാസികൾ വിഗ്രഹങ്ങളെ പറ്റി എന്താണ് വിശ്വസിക്കുന്നത്, അതേ വിശ്വാസം ജാഹിലിയങ്ങളായ മുസ്ലിമീങ്ങൾ
വിശ്വസിക്കുന്ന ആ ഫസാദ് ഉണ്ടായത് എങ്ങനെയാണ്? ഈ ഖബർ കെട്ടിപ്പൊക്കിയതുകൊണ്ടാണ്. അലി ഉണ്ടാവില്ലല്ലോ, സാധാരണക്കാർക്കൊന്നും അറിയില്ല. ഒരു ചെറുപ്പത്തിലേക്ക് കണ്ടത് ഖബർ കെട്ടിപ്പോക്കി അവിടെ പോയി തേടിയാൽ ഉത്തരം കിട്ടുന്നുള്ള ആ പാഠമാണ് ചെറുപ്പത്തിലേക്ക് കണ്ടും പഠിച്ചും പോകുന്നത്. ഈ സാധുക്കളെയും ഈമാൻ തെറ്റിയത് ഇത് കാരണമായിട്ടാണ്. അഴുതമിന്താളിക്ക അതിനേക്കാളും വലിയ വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. ഫളന്നൗ അവർ വിചാരിക്കുന്നു അൻഹാ ഖാദിത്തുൻ അലാ ജൽബിൻ നഫ്ഇ വദഫ്ഇൽ ദറർ ഈ ഖബറുകൾക്കൊക്കെ നമ്മുടെ ഉപദ്രവം തടുക്കാനും ഉപകാരം നൽകാനും കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. ഫജഅലുഹാ മഖ്സദൻ ലിതലബി ഖളാഇൽ ഹവായിജി അവരുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ലക്ഷ്യസ്ഥാനമായി അവർ ഇന്ന് ഖബറുകളെ മാറ്റിയിരിക്കുന്നു. വമൽജഅൻ ലിനജാഹിൽ മതാലിബി അവിടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള അഭയകേന്ദ്രമായി ഖബറിനെ മാറ്റിയിരിക്കുന്നു. വസഅലു മിൻഹാ ആ ഖബറുകളോട് പോയി അവർ ചോദിക്കുന്നു മാ യസ്അലുൽ ഇബാദു മിൻ റബ്ബിഹിം അടിമകൾ റബ്ബിനോട് ചോദിക്കുന്നത് എന്താണോ അത് ഈ ഖബറുകൾ ചെന്നിട്ടാണ് ഇന്ന് ആളുകൾ ചോദിക്കുന്നത്. വശദ്ദു ഇലൈഹ റിഹാൽ അവർ ആ ഖബറിലേക്ക് യാത്ര കെട്ടി പുറപ്പെടുന്നു. വതമസ്സഹു ബിഹാ അതിനെ അവർ തടവുന്നു. വസ്തഗാസു അവിടെ പോയി സഹായം തേടുന്നു. വബിൽ ജുംല മൊത്തത്തിൽ ഇന്നഹും ലം യദഉ ശൈഅൻ മിമ്മാ കാനത്തിൽ ജാഹിദ് തഫഅലുഹു ബിൽ അസ്നാമി ഇല്ലാ ഫഅലുഹു ജാഹിലിയ്യ കാലത്തുള്ള ആളുകൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ എന്തെല്ലാം ചെയ്തിരുന്നുവോ അതിൽ ഒന്നുപോലും ഇവർ ചെയ്യാതെ വിട്ടുകളയുന്നില്ല. ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഇത് ഇമാം ശൗക്കാനി റഹിമഹുല്ലാഹ് അന്ന് രേഖപ്പെടുത്തി വെച്ചാണ്. വമാ ഹാദൽ മുൻകരി ശനീഇ വൽ കുഫ്രിൽ ഫളീഇ എന്ന് മാത്രമല്ല ഇത്ര വലിയ ഈ കുഫ്റും ഈ നീചമായ കാര്യവും ഇത്ര വ്യാപകമായി വന്നിട്ടും ലാ നജിദു മൻ യഗ്ലബു ലില്ലാഹ് പടച്ച റബ്ബിന് വേണ്ടി കോപിക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴും നിസ്സാരമാക്കി വിടാം, അതൊക്കെ കണ്ടങ്ങനെ പോവാന്നല്ലാതെ അതിൻ്റെ ധർമ്മരോഷം അതുള്ളവർ പോലും ഇല്ലാതായിരിക്കുന്നു. വയഗാറു ഹമിയത്തൻ ലിദ്ദീനിൽ ഹനീഫ് ശരിയായ ദീനിന് വേണ്ടി ധർമ്മരോഷം കൊള്ളുന്ന ഒരാൾ നമ്മൾ കാണുന്നില്ല. ലാ ആലിമൻ വലാ മുതഅല്ലിമൻ വലാ അമീറൻ വലാ വസീറൻ വലാ മലിക്കൻ പണ്ഡിതന്മാർക്കും അതിൽ പ്രയാസമില്ല, വിദ്യാർത്ഥികൾക്കും പ്രയാസമില്ല, നേതാക്കന്മാർക്കുമില്ല, മന്ത്രിമാർക്കുമില്ല, രാജാക്കന്മാർക്കുമില്ല, ഒരാൾക്കും ഇതൊരു വിഷയമല്ലാതായി ഇന്ന് മാറിയിരിക്കുന്നു. أن كثير من هؤلاء القبوريين أو أكثرهم إذا توجهت عليه يمين من جهة خصمه حلف بالله فاجرا ഒരുപാട് വഴികളിലൂടെ നമുക്ക് കിട്ടിയ വിവരമാണ്. സംശയമില്ലാത്ത വിധം തെളിഞ്ഞ കാര്യമാണ്. ഇത്തരം ആളുകൾ അവർ എതിരാളികളുമായി തർക്കിച്ച് സത്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹിൻ്റെ പേരിൽ അവർ തെറ്റായി കള്ളസത്യം ചെയ്യാൻ തയ്യാറാകും. എന്നാലോട് പറയാണ് ഫുലാനി ഇന്ന ഷെയ്ഖിനെ പേര് സത്യം ചെയ്യൂ, ആ വലീനെ പേര് സത്യം ചെയ്യൂ എന്ന് പറഞ്ഞാലോ ആകെ പ്രയാസപ്പെട്ട് ബേജാറായി പിന്മാറി ഉള്ളത് പോലെ സമ്മതിക്കുകയും ചെയ്യുന്നു. അള്ളാഹിനെ പേര് സത്യം ചെയ്യാൻ പറഞ്ഞാലോ ഒരു പ്രശ്നമില്ല, എത്ര വട്ടം അല്ലാഹി പറഞ്ഞോളും. നാം അമ്പുറത്തേക്ക് പോകാവ കുഞ്ഞിപ്പള്ളി പോ സത്യം ചെയ്യാൻ പുത്തമ്പള്ളിക്ക് പോകാനാൽ ഓനാകെ പറിച്ചു. അപ്പം അല്ല അങ്ങോട്ടില്ല, സംഗതി ഞാൻ തന്നെ ചെയ്തത് എന്ന് പറഞ്ഞ് ഇന്നോ തന്നെയാണല്ലോ, ഇന്നോ തന്നെ അതേപോലെ. അപ്പം അദ്ദേഹം വന്ന് എഴുതി വെക്കാതെ വഹാദാമിൻ അബിയൻ അതില്ല, ഇത് വ്യക്തമായ തെളിവാണ്. അദ്ദാല്ല അല അന്ന ശിർക്കഹും ഖദ് ബലഗ ഫൗക ശിർക്കി മൻ ഖാൽ ഇന്നഹു തആല സാനിയ ഇസ്നൈനി ഔ സാലിസ സലാസ പടച്ചോൻ രണ്ടെണ്ണമാണെന്നോ മൂന്നെണ്ണമാണെന്നോ പറഞ്ഞ ആളുകളെ ശിർക്കിനേക്കാളും അപ്പുറത്തെ ശിർക്കിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു എന്നതിന് ഇതിന് തെളിവ് മറ്റെന്തു വേണം? ഫയാ ഉലമാ അദ്ദീൻ മതപണ്ഡിതന്മാരെ, വയാ മുലൂക്കൽ മുസ്ലിമീൻ മുസ്ലിം രാജാക്കന്മാരെ, അയ്യു റിസ്ഇൻ ലിസ്ലാമി അശദ്ദു മിനൽ കുഫർ വഅയ്യു ബലാഇൻ ലിഹാദദ്ദീനി അല്ലാഹു റഹീമിൻ ബാത്തിഗില്ല ഇതിനേക്കാളും വലിയ കുഫറിനേക്കാളും വലിയ തെറ്റ് എന്താ ഉള്ളത്? ഈ ദീനിന് അല്ലാഹു ആരാധിക്കുന്നതിനേക്കാളും വലിയ ഒരു പ്രയാസം മറ്റെന്താണുള്ളത്? ഇതിന് കിടപിടിക്കുന്ന മറ്റെന്ത് മുസീബത്താണ് മുസ്ലിമീങ്ങളെ ബാധിച്ചിരിക്കുന്നത്? ഈ ശിർക്കിനെ എതിർക്കൽ നിർബന്ധമല്ലെങ്കിൽ പിന്നെ ഇത് എന്ത് തെറ്റിനാണ് എതിർക്കൽ നിർബന്ധമുള്ളത്? അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ നിങ്ങൾ ഉണരൂ. ولكن لا حياة لمن تنادي ولو نارا نفخت بها أضاءت ولكن أنت تنفخ في رمادي. ഷൗക്കാനി രണ്ടുപേര് കവിതയും പറഞ്ഞു. ലഖദ് അസ്മഅത ലൗ നാദൈത ഹയ്യ
ജീവുള്ള മനുഷ്യനെയാണ് നീ വിളിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾ വിളി കേൾക്കുമായിരുന്നു. പക്ഷെ നീ വിളിക്കുന്നത് മയ്യിത്തനെയാണല്ലോ. നീ ഊതുന്നത് തീയിലേക്കാണെങ്കിൽ ആ തീ ഒരുപക്ഷെ ആളിക്കത്തുമായിരുന്നു. പക്ഷെ നീ ഊതുന്നത് വെണ്ണീറിലേക്കാണല്ലോ. വെണ്ണൂരിൽ എത്ര ഊതിയാലും കത്തൂതല്ലോ, അത് പറക്കാന്നല്ലാതെ. തീയ്ക്ക് ഊതിയാലോ ഒരുപക്ഷെ കത്തിയേക്കാം. എന്ന പോലെ ജീവുള്ളവനെ വിളിച്ചാൽ ഒരുപക്ഷെ വിളി കേട്ടേക്കാം. പക്ഷെ നീ വിളിക്കുന്നത് മയ്യിത്തനെയാണല്ലോ. ആ അവസ്ഥയ്ക്ക് ആ മുസ്ലിം ഉമ്മത്ത് എത്തിയിരിക്കുന്നു. ഇൻതഹ കലാം ഷൗക്കാനി. ഇതുവരെ ഷൗക്കാനിയുടെ വാചകമാണ്. ഷെയ്ഖബരാണ് അത് ഷൗക്കാനിയുടെ കാലത്തുള്ള പത്. അതിനുശേഷം ആ ബലാ വർദ്ധിച്ചിരിക്കുന്നു. ഇതിപ്പോൾ അന്നത്തെ അവസ്ഥ പറഞ്ഞ ഇന്നോ അതിനപ്പുറത്തേക്ക് ഇപ്പം അവിടുന്ന് വിട്ടു. ഇപ്പം മുതബിൽ ആലമിൽ എത്തിയില്ലേ, അന്നതില്ലല്ലോ. ബലിഹീന കാലത്ത് ആ വാദമൊന്നുമില്ല. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്നേ ഉള്ളൂ. ഇപ്പം അതല്ല. ഇപ്പം ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഇവരായി മാറി. വസ്വാറ അശദ് മിമ്മാ ഉസിഫ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഷൗക്കാനി 12-ാം നൂറ്റാണ്ട്, 1100 കളിൽ. ലോകം മൊത്തം മനുഷ്യന്മാരല്ലേ, നമ്മളെ പോലത്തെ ഇവിടെ ഇട്ടാവട്ടത്തിലെ മനുഷ്യന്മാരല്ലോ. ലോകം മൊത്തം അവരെടുത്ത് വരുന്നു, അവർക്ക് ലോകത്തെ വിജയങ്ങൾ കിട്ടുന്നു, ആ നിൽക്കല്ലേ. അപ്പം തൗഹീദ് ഉലൂഹിയത്തിൻ്റെ പ്രാധാന്യവും അതിന് പിന്നെ അബദ്ധങ്ങളും വന്ന പ്രശ്നങ്ങളുമാണ് ഷെയ്ഖ് റഹ്മത്ത് ഈ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി ഇപ്പോൾ തൗഹീദ് റുബൂബിയ പറഞ്ഞു, ഉലൂഹിയ പറഞ്ഞു. ഇനി അലാഖത്ത് തൗഹീദ് ഇലാഹിയ്യത്തി ബി തൗഹീദ് റുബൂബിയ. തൗഹീദുൽ ഇലാഹിയ്യ, അത് തൗഹീദ് ഉലൂഹിയ, അത് തൗഹീദുൽ ഇബാദ, അതും തൗഹീദ് റുബൂബിയും തമ്മിലുള്ള ബന്ധം. റബ്ബ് അല്ല മാത്രം അതിലുള്ള തൗഹീദ്, ഇലാഹ് അല്ല മാത്രം അതിലെ തൗഹീദ്. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ. വൽ അക്സ്, തിരിച്ചും. ഇലാഹിയത്തും റുബൂബിയത്തും തമ്മിലും റുബൂബിയത്തും ഉലൂഹിയത്തും തമ്മിലുമുള്ള ബന്ധം. വഅലാഖതുഹാ അഹദിൻ നൗഐനി ബിൽ ആഖരി അന്ന തൗഹീദ് റുബൂബിയ്യ മുസ്തൽസിമുൻ ലിതൗഹീദിൽ ഇലാഹിയ്യ. തൗഹീദ് റുബൂബിയ്യത്ത് തൗഹീദുൽ ഉലൂഹിയത്തിനെ ലാസിമാക്കുന്ന കാര്യമാണ്. റബ്ബല്ല മാത്രം എന്ന് സമ്മതിച്ചാൽ പിന്നെ ഇലാഹല്ല മാത്രം. രണ്ട് റബ്ബുണ്ടെങ്കിൽ രണ്ട് ഇലാഹ് ഉണ്ടാകാമായിരുന്നു. ഒറ്റ റബ്ബേ ഉള്ളൂവെങ്കിലോ ഓനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പം തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ലാസിമാക്കുന്നുണ്ട് എന്തിനെ? തൗഹീദ് ഉലൂഹിയത്തിനെ. ബിമഅന അന്നൽ ഇഖ്റാറ ബിതൗഹീദ് റുബൂബിയത്തി യൂജിബുൽ ഇഖ്റാറ ബിതൗഹീദ് ഇലാഹിയത്തി വൽ ഖിയാമ ബിഹി. തൗഹീദ് റുബൂബിയത്ത് അംഗീകരിക്കുന്ന ഒരാൾ തൗഹീദ് ഉലൂഹിയത്ത് അംഗീകരിച്ചേ പറ്റൂ, അത് നിർവഹിച്ചേ കഴിയൂ. മറ്റത് വൈരുദ്ധ്യമായി റബ്ബല്ല മാത്രം ഖാലിഖല്ല മാത്രം എന്ന് വിശ്വസിക്കുക, ഇബാദത്ത് അത്ര കൊടുക്കും ചെയ്യുക, അത് ന്യായമല്ലല്ലോ, അത് മൗഢ്യമാണ്, അത് ചെയ്യാൻ പറ്റൂല. ഫമൻ അറഫ അന്നല്ലാഹ റബ്ബുഹു വഖാലിഖുഹു വമുദബ്ബിറു ഉമൂരിഹി, ഒരാൾക്ക് ബോധ്യപ്പെട്ടു തന്നെ റബ്ബ് അല്ലയാണ്, ഖാലിഖ് അല്ലയാണ്, മുദബ്ബിറുൽ അംർ അല്ലയാണ് എന്നൊക്കെ ബോധ്യമായി കഴിഞ്ഞാൽ വജബ അലൈഹി, അവന് വാജിബാണ് അൻ യഅ്ബുദഹു, അവൻ ആരാധിക്കുക. വഹ്ദഹു ലാ ശരീക ലഹു, ആരാണോ ഖാലിഖ് അവനെ ആരാധിക്കുക, ആരാണോ റബ്ബ് അവനെ ആരാധിക്കുക, ആരാണോ മുദബ്ബിർ അവനെ ആരാധിക്കുക, അത് നിർബന്ധമാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, നീ തിരിച്ചു പറഞ്ഞാലോ തൗഹീദുൽ ഉലൂഹിയത്ത് മുതളമ്മിനുൻ തൗഹീദുർ റുബൂബിയ്യ, തൗഹീദ് റുബൂബിയത്ത് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. തൗഹീദ് ഉലൂഹിയത്തിൽ തൗഹീദ് റുബൂബിയത്ത് ഉൾക്കൊള്ളുന്നു. ഇലാഹ് അല്ല മാത്രം. എന്തുകൊണ്ട്? അവനാണ് ഖാലിഖ്, അവനാണ് റബ്ബ്, അവനാണ് റാസിഖ്. അപ്പം തൗഹീദുൽ ഉലൂഹിയത്തിൽ തൗഹീദ് റുബൂബിയത്ത് ഉൾക്കൊള്ളുന്നു. തൗഹീദ് റുബൂബിയത്ത് തൗഹീദ് ഉലൂഹിയത്തിനെ നിർബന്ധമാക്കുന്നു. അപ്പം രണ്ടും പരസ്പരം കണക്റ്റഡാണ്. ഫമൻ അബദല്ലാഹ വഹ്ദ, ഒരു അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു, വലം യുശ്രിക് ബിഹി ശൈഅ, അവർ ശിർക്ക് ചെയ്തില്ല എങ്കിൽ ഫലാ ബുദ്ദ അൻ യകൂന ഖദ് ഇഅ്തഖദ അന്നഹു റബ്ബുഹു വഖാലിഖുഹു, അവൻ വിശ്വസിച്ചേ പറ്റൂ എൻ്റെ റബ്ബും ഖാലിഖും അല്ലയാണ്. ഒരാൾ അല്ലാഹുവിനെ മാത്രം ഇലാഹായി കാണുക, ഖാലിഖ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറയാം, ഉണ്ടാവുന്നല്ലോ, അതൊരിക്കലുമില്ല. അപ്പം റുബൂബിയത്ത് അംഗീകരിച്ച ഒരാൾ ഉലൂഹിയത്ത് അംഗീകരിക്കുന്ന നിർബന്ധമായി. ഉലൂഹിയത്ത് അംഗീകരിച്ച ഒരാൾ സ്വാഭാവികമായും റുബൂബിയത്ത് അംഗീകരിക്കുകയും ചെയ്യും. കമാ ഖാല ഇബ്രാഹിം ഖലീലുസ്സലാം, ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞു, അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങൾ മുൻഗാമികളും ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫഇന്നഹും അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ, അവരോടെല്ലാം എനിക്ക് ശത്രുതയാണ് റബ്ബുൽ ആലമീൻ ഒഴികെ. കാരണം എന്താണ്? അല്ലദീ ഖലഖനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, ഫഹുവ യഹ്ദീൻ, അവനാണ് എനിക്ക് ഹിദായത്ത് നൽകുന്നത്,
വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവരാണ് ഭക്ഷണം നൽകുന്നത്, വെള്ളം നൽകുന്നത്. വഇദാ മൽതു ഫഹുവ യശ്ഫീൻ, രോഗം വന്നാൽ ശിഫയാക്കുന്നത്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, മരിപ്പിക്കുന്നത്, ജീവിപ്പിക്കുന്നത്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതിയതി യൗമദ്ദീൻ, എൻ്റെ പാപം പൊറുക്കണമെന്ന് ആരിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതവനാണ്. അതുകൊണ്ട് അവനോട് മാത്രമേ എനിക്ക് ഇലാഹുള്ളൂ. അപ്പൊ ക്ലിയറാണ്, ഖാലിഖ് അല്ലാഹയാണ്, റബ്ബ് അവനാണ്. അവനാണ് ഹിദായത്ത് നൽകുന്നത്, അവനാണ് ഭക്ഷണം നൽകുന്നത്, അവനാ വെള്ളം നൽകുന്നത്, അവനാ ശിഫയാക്കുന്നത്, അവനാ മരിപ്പിക്കുന്നത്, അവനാ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവൻ മാത്രം മതി. കണ്ടോ? അപ്പോൾ റുബൂബിയത്ത് സ്ഥാപിച്ചുകൊണ്ട് ഈ റുബൂബിയത്ത് അംഗീകരിച്ചാൽ പിന്നെ എനിക്ക് വേറെ ഇലാഹ ആവശ്യമില്ല. ഈ റുബൂബിയത്ത് ഓല് അംഗീകരിക്കലാണ്. ഈ പറഞ്ഞതൊക്കെ ഇബ്രാഹിമിന്റെ കൗമ അംഗീകരിക്കുന്നു. എന്നാൽ പിന്നെ അത് ചെയ്യുന്നോ മതി, എനിക്ക് ഇലാഹായിട്ട് വേറെ ഇലാഹ വേണ്ട. ഇതാണ് അല്ലാഹു തആല സ്ഥാപിച്ചത്. വറുബൂബിയത്തു വൽ ഉലൂഹിയത്തു താറത്തൻ യുദ്കറാനി മഅൻ, ചിലപ്പോൾ റുബൂബിയത്തും ഉലൂഹിയത്തും ഒന്നിച്ചു പറയപ്പെടും, രണ്ടും ഒപ്പം പറയും. ഫയഫ്തരിഖാനി ഫിൽ മഅന വയകുന അഹദുഹുമാ ഖസീമൻ ലിൽ ആഖർ, അതായത് രണ്ടും ഒപ്പം പറഞ്ഞാൽ രണ്ടർത്ഥമാണ്, രണ്ടും വെവ്വേറെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരേ അർത്ഥമാവുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും പറഞ്ഞാണ്, ഒന്നിച്ചു വരുമ്പോൾ അർത്ഥം മാറും, വ്യത്യസ്തമായി പറയുമ്പോൾ അർത്ഥം ഒന്നാകും. ഇതുപോലെ എപ്പോഴും പറഞ്ഞ ഉദാഹരണമുണ്ട്, ഫക്കീർ മിസ്കീൻ. ഫക്കീർ വേറെ, മിസ്കീന് വേറെ. എപ്പോ ഒന്നിച്ചു പറഞ്ഞാൽ ഇന്നമ സ്വദഖാത്തുൽ ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ, അപ്പോൾ ഫുഖറാ വേറെയാണ്, മിസ്കീൻ വേറെയാണ്. എന്നാൽ ഫക്കീർ മാത്രം പറഞ്ഞാലോ മിസ്കീൻ അർത്ഥത്തിലും പറയാം, മിസ്കീന് മാത്രം പറഞ്ഞാൽ ഫക്കീർ എന്ന മൈനക്കും പറയാം. അതിന് ഒന്നിച്ചാൽ ഭിന്നിക്കും, ഭിന്നിച്ചാൽ ഒന്നിക്കും, അതാ പറയാം. ഇത് ഇജ്തമഅ തഫറഖ വയാ തഫറഖ ഇജ്തമഅ, ഒന്നിച്ചു പറഞ്ഞാൽ വ്യത്യസ്തമാവും അർത്ഥം, വ്യത്യാസമായി പറഞ്ഞാൽ ഒന്നായി മാറും അർത്ഥം. അപ്പൊ ഇവിടെ റുബൂബിയത്ത് ഉലൂഹിയത്ത് രണ്ടും ഒപ്പം പറഞ്ഞാൽ രണ്ടർത്ഥമായിരിക്കും. ഒരേ ആയത്തിൽ അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ രണ്ടും പറഞ്ഞു, അപ്പം രണ്ടർത്ഥമായിരിക്കും. എന്നാൽ റുബൂബിയത്ത് മാത്രം പറഞ്ഞെടുത്തോ ഉലൂഹിയത്തിന് അർത്ഥമുണ്ട്, ഉലൂഹിയത്തിന് മാത്രം പറഞ്ഞെടുത്തോ റുബൂബിയത്തിന് അർത്ഥമുണ്ട്. കുഫ്ർ ശിർക്ക് പോലെ, കുഫ്ർ എന്ന് പറഞ്ഞാൽ ഷിർക്ക് അർത്ഥമുണ്ട്, ഷിർക്ക് പറഞ്ഞാൽ കുഫ്ർ അർത്ഥമുണ്ട്. എന്നാൽ അൽ കുഫ്റു വശിർക്കു എന്ന് പറഞ്ഞാലോ രണ്ടർത്ഥമാണ്. അപ്പൊ കുഫ്ർ വേറെ, ഷിർക്ക് വേറെ. ഈമാൻ ഇസ്ലാം പോലെ, ഈമാനും ഇസ്ലാമും ഒപ്പം പറഞ്ഞാൽ ഈമാന് വേറെ, ഇസ്ലാം വേറെ. ഈമാന് മാത്രം പറഞ്ഞാലോ ഇസ്ലാമിന് അർത്ഥമുണ്ട്, ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞാൽ ഈമാൻ എന്നും അർത്ഥമുണ്ട്. യമുന്നു അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലൈ ഇസ്ലാമക്കും വലാകിൻ അല്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. അവിടെ ഈമാൻ പറഞ്ഞപ്പോൾ ഇല്ല, ഇസ്ലാം പറഞ്ഞു. അപ്പോൾ രണ്ടും ഒപ്പം പറഞ്ഞപ്പോൾ രണ്ടർത്ഥമായി മാറി. എന്നാൽ പൊതുവെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ എന്നർത്ഥം വെക്കാം, മുസ്ലിമീം എന്ന് ഉപയോഗിച്ചാൽ മുഅ്മിനീങ്ങൾ അർത്ഥം വെക്കാം. എന്നതുപോലെയാണ് ഈ രണ്ടും, റുബൂബിയത്തും ഉലൂഹിയത്തും അങ്ങനെയാണ്. അപ്പം ചിലപ്പോൾ ഒന്നിച്ചു പ്രയോഗിക്കപ്പെടും, അപ്പം അർത്ഥം വ്യത്യാസമാകും. വയകുന അഹദുഹുമാ ഖസീമൻ ലിൽ ആഖർ, അപ്പോൾ ഒന്ന് മറ്റൊന്നിന് നേരെ അപ്പുറത്തതായിരിക്കും. കമാ ഖാല ഫീ ഖൗലിഹി തആല ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. കണ്ടോ, മൂന്നും പറഞ്ഞു. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. അപ്പോൾ റബ്ബുൻ നാസിന് ഒരു അർത്ഥമാണ്, ഇലാഹിൻ നാസിന് മറ്റൊരു അർത്ഥമാണ്. ഫയഖൂലു മഅന റബ്ബി ഹുവൽ മാലികു അൽ മുതസർരിഫു ഫിൽ ഖൽഖ്. അപ്പോൾ അവിടെ റബ്ബ് എന്ന് പറഞ്ഞാൽ മാലിക്, മുതസർരിഫ് കൈകാര്യകർത്താവ്, ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. എന്നാൽ വയഖൂലു മഅന ഇലാഹി അന്നഹുൽ മഅബൂദു ബിഹഖിൻ അൽ മുസ്തഹിഖുൽ ഇബാദത്തി വഹദ. ഇലാഹിനോ സാക്ഷാൽ ആരാധനക്കർഹതയുള്ളവൻ എന്നർത്ഥമായി മാറും. എന്നാൽ വതാർത്തൻ യുദ്കറു അഹദുഹുമാ മുഫ്റദൻ അൽ ആഖർ, ചിലപ്പോൾ ഒന്ന് മാത്രം പറയും. ഫയജ്തമിഅന ഫിൽ മഅന, അപ്പോൾ അർത്ഥത്തിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും. കമാ ഫീ ഖൗലിൽ മലക്കൈനി ലിൽ മയ്യിത്ത് ഫിൽ ഖബർ, ഖബറിൽ ചോദ്യമുണ്ട്, മൻ റബ്ബുക, മൻ ഇലാഹുക എന്നല്ലല്ലോ ചോദിച്ചത്, മൻ റബ്ബുക എന്നാണ്. അവിടെ റബ്ബിന് ഇലാഹ് എന്നർത്ഥം വെക്കാം. അപ്പൊ ഖബറിലെ ചോദ്യം മൻ റബ്ബുക എന്നാണ്. വമഅനാഹു മൻ ഇലാഹുക വഖാലിഖുക, അവിടെ അർത്ഥം എന്താണ്? മൻ ഇലാഹുക എന്നർത്ഥം. റബ്ബാരാന്നല്ല, റബ്ബാരാന്നെല്ലാവർക്കും അറിയാം. അവിടെ ഇലാഹാരാണെന്നാണ് ശരിക്കും അവിടെ ഉദ്ദേശം. വകമാ ഫീ ഖൗലിഹി തആല അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ എന്തിന്? ഞങ്ങൾ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടവർ. അപ്പം റബ്ബ് അല്ലാഹ് എന്ന് പറഞ്ഞതിന് മക്കത്തെ ആളെയും പുറത്താക്കിയിട്ടില്ല. പുറത്താക്കിയത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനാണ്. കാരണം മക്കത്ത് മുശ്രിക്കിനും റബ്ബ് അല്ലാഹ് എന്നറിയാം, ഇലാഹ അല്ലാഹ് മാത്രം പറഞ്ഞപ്പോഴാണ് പുറത്താക്കിയത്.
അവിടെ ഇല്ലാ യഖൂലു റബ്ബുനല്ലാ, അവിടെ റബ്ബുനല്ലാ മഅനാഹു ഇലാഹുനല്ലാ എന്നാണ്. വഖൗലുഹു തആല ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, കണ്ടോ, അല്ലാഹു അല്ലാത്ത റബ്ബിനെ ഞാൻ സ്വീകരിക്കണമെന്നാണോ, ഐ അബ്ഗി ഇലാഹൻ എന്നർത്ഥം. വഖൗലുഹു ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മ ഇസ്തഖാമു, കണ്ടോ, റബ്ബുനല്ലാ എന്ന് പ്രഖ്യാപിച്ച ആളുകൾ, പ്രഖ്യാപിക്കാത്ത ആരാളുള്ളത്? ഇലാഹുനല്ലാ, ഞങ്ങൾ ഇലാഹല്ലയാണ് എന്നാണ് അർത്ഥം. ഫറുബൂബിയത്ത് ഫീ ഹാദിൽ ആയാത്തി ഹിയൽ ഇലാഹിയ്യ, ഈ ആയത്തിലൊക്കെ പറഞ്ഞ റുബൂബിയത്ത് തന്നെയാണ് ഇലാഹിയത്തും. അപ്പോൾ ഒന്ന് മാത്രം പറഞ്ഞാൽ മറ്റർത്ഥത്തിലും ആകാം, ഈ അർത്ഥത്തിലും ആകാം. രണ്ടും ഒപ്പം പറഞ്ഞാലോ രണ്ടും രണ്ട് അർത്ഥത്തിലും ആയിരിക്കും. അതാണ് റബ്ബ് ഇലാഹ് എന്ന പദത്തിൻ്റെ വ്യത്യാസം. റബ്ബ് എന്ന് മാത്രം പറഞ്ഞാലും ഇലാഹ് എന്ന് മാത്രം പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. റബ്ബ് എന്ന് പറഞ്ഞാൽ ഇലാഹ് അർത്ഥം പറയാം, ഇലാഹ് എന്ന് പറഞ്ഞാൽ റബ്ബിന് അർത്ഥം പറയാം. എന്നാൽ റബ്ബും ഇലാഹും ഒപ്പം പറഞ്ഞാലോ രണ്ടും രണ്ടർത്ഥം. റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. അപ്പോൾ റബ്ബ് വേറെ, ഇലാഹ് വേറെ. റബ്ബ് മാത്രം പറഞ്ഞാൽ അവിടെ രണ്ടും ഉൾപ്പെടുന്നു. ഈ രണ്ട് ഇനങ്ങളിൽ റസൂലുമാർ പ്രബോധനം ചെയ്തത് ഏതാണ്? തൗഹീദുൽ ഉലൂഹിയ്യ, അതാണ് പ്രബോധിച്ചത്. കാരണം എന്താ? ലിഅന്ന തൗഹീദുർ റുബൂബിയ്യത്തി യുഖിറു ബിഹി ജംഹൂറുൽ ഉമം, തൗഹീദുർ റുബൂബിയ്യത്ത് ഭൂരിപക്ഷ ഉമ്മത്തുകളും അംഗീകരിച്ച കാര്യമാണ്. വലം യുൻകിർഹു ഇല്ലാ ശവാദു മിനൽ ഖലീഖ, സൃഷ്ടികളിൽ ന്യൂനപക്ഷമല്ലാതെ അത് നിഷേധിച്ചിട്ടില്ല, ബാക്കിയെല്ലാം അംഗീകരിച്ചതാണ്. അൻകറുഹു ഫിൽ ളാഹിരി ഫഖത്ത്, നിഷേധിച്ചവർ തന്നെ പ്രത്യക്ഷത്തിലാണ് നിഷേധിച്ചത്. വലിഖാറു ബിഹി വഹ്ദഹു ലാ യക്ഫി, അത് മാത്രം അംഗീകരിച്ചാൽ മതിയാവുകയില്ല. ഫഖദ് അഖറ ബിഹി ഇബ്ലീസ്, ഇബ്ലീസും അംഗീകരിച്ച കാര്യമാണ്. ഇബ്ലീസ് പറഞ്ഞു ഖാല റബ്ബി ബിമാ അഗ്വൈതനി, ഇബ്ലീസിന്റെ വാദം എന്താ? റബ്ബി, എൻ്റെ റബ്ബേ, ബിമാ അഗ്വൈത, നീ എന്നെ പഴിപ്പിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ഇവരെയും പഴിപ്പിക്കുന്ന. അപ്പൊ റബ്ബ് അല്ലയാണെന്ന് ഇബ്ലീസും സമ്മതിച്ചിട്ടുണ്ട്. വഅഖറ ബിഹിൽ മുശ്രികൂൻ അല്ലദീ ബുഇസ ഫീഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നിയോഗിക്കപ്പെട്ട ആ നാട്ടിലെ മുശ്രിക്കീകളും അത് അംഗീകരിച്ചിട്ടുണ്ട്. കമാ ദല്ലത്ത് അലാ ദാലിക ആയാത്തുൽ ബയ്യിനാത്ത്, ഒരുപാട് ആയത്തിൽ അത് വ്യക്തമാണ്. കമാ ഖാല തആല വലഇൻ സഅൽതുഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആകുന്നുവെന്ന്. ഫമൻ അഖറ ബിതൗഹീദ് റുബൂബിയ്യത്തി ഫഖത്ത്, ഒരാൾ തൗഹീദ് റുബൂബിയ്യത്ത് മാത്രം അംഗീകരിച്ചാൽ ലം യകുൻ മുസ്ലിമാ, അവൻ മുസ്ലിമാവുകയില്ല. വലം യുഹറം ദമുഹു വലാ മാലുഹു, അവൻ്റെ രക്തത്തിനോ അവൻ്റെ സമ്പത്തിനോ ഇസ്ലാമികമായ ആ ഒരു പവിത്രത കൽപ്പിക്കപ്പെടുകയുമില്ല. ഹത്താ യുഖറ ബിതൗഹീദിൽ ഉലൂഹിയ്യ, തൗഹീദ് ഉലൂഹിയ്യത്ത് അംഗീകരിക്കണം. ഫലാ യഅ്ബുദു ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തുകയും വേണം. അപ്പോഴേ അവനെ മുസ്ലിമായി അംഗീകരിക്കും. മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന ഹുർമത്ത്, രക്തത്തിനും സമ്പത്തിനും എല്ലാം മുസ്ലിമീങ്ങൾക്കുള്ള പവിത്രത അത് ലഭിക്കണമെങ്കിൽ തൗഹീദ് ഉലൂഹിയ്യത്ത് അംഗീകരിച്ചിരിക്കണം. പഴിക്കാൻ കാരണമായി നിർത്തുന്നതാണ്, ദർഗാവകാശിയെ മാറിയില്ലേ, അതുകൊണ്ട് അതിന് സുജു ചെയ്യാൻ പറഞ്ഞു, സുജു ചെയ്തില്ല, അത് വഴി പഴിച്ചു പോയി, പഴപ്പിച്ചു, അകവൈത്തിന് അകവാ ളലാലത്തിലാക്കി, വഴികേടിലാക്കി. وبهذا يتبين بطلان ما يزعمه علماء الكلام والصوفية أن التوحيد المطلوب من العباد هو الإقرار بأن الله الخالق المدبر. സൂഫികളായ ആളുകൾ, ഇൽമുൽ കലാമിൻ്റെ ആളുകൾ, അവരൊക്കെ വാദിക്കാറുണ്ട് നമ്മോട് കൽപ്പിക്കപ്പെട്ടത് തൗഹീദ് റുബൂബിയ്യത്ത് അംഗീകരിക്കലാണ് എന്നൊരു പറയും, അത് ബാത്തിലാണ് എന്ന് ഈ പറഞ്ഞതിലൂടെ വ്യക്തമായി. സൂഫികളുടെ വാദപ്രകാരം തൗഹീദ് റുബൂബിയ്യത്താണ് അസ്ലിനാണ്, അത് സ്വീകരിച്ചാൽ മതിയെന്നാണ്. മുദബ്ബിർ അല്ല മാത്രം, ഖാലിഖ് അല്ല മാത്രം എന്ന് സ്വീകരിച്ചാൽ മതി എന്നാണ് സൂഫികൾ പറഞ്ഞത്. ഇപ്പോൾ അവിടുന്ന് വിട്ടു. സൂഫി വാദപ്രകാരം ഖാലിഖും മുദബ്ബിർ അല്ലാഹ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല എന്നാണ്. ഒമൻ അഖറ ബിദാലിക്, അതൊരു അംഗീകരിച്ചാൽ സോറ ഇൻദഹും മുസ്ലിമാ, അവരെ വീക്ഷണപ്രകാരം അവൻ മുസ്ലിമായി. ولهذا يؤلف التوحيد في الكتب التي ألفوها في العقائد بما ينطبق على توحيد الربوبية فقط. അതുകൊണ്ട് തന്നെ അവർ രചിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ തൗഹീദിനെ കൊടുക്കുന്ന നിർവചനം ഇതിനോട് യോജിക്കുന്ന നിർവചനമായിരിക്കും. ഉദാഹരണം പറയും അത്തൗഹീദ് വൽ ഇഖ്റാറു ബിവുജൂദില്ലാഹി വഅന്നഹുൽ ഖാലിഖുർ റാസിഖ് എന്നൊക്കെ പറയും. അള്ളയാണ്, അല്ല ഉണ്ട് എന്നും അള്ളയാണ് ഖാലിഖ് എന്നും അവനെ റാസിഖ് എന്നും അംഗീകരിക്കലാണ് തൗഹീദ് എന്നൊക്കെ അവൻ നിർവചനം കൊടുക്കും. അതിൽ കുറെ റുബൂബിയ്യത്ത് ആയത്തുകൾ കൊണ്ടുവരികയും ചെയ്യും. അത് ബാത്തിലാണ് എന്ന് ഈ പറഞ്ഞതിലൂടെ ബോധ്യമായിരിക്കുന്നു
എന്നാണ് ഷെയ്ഖ് റഹ്മുല്ല സ്ഥാപിച്ചത്. അവിടുന്നോട്ടെ ഇനി ഇബ്നു തൈമിയ്യ റഹ്മുല്ല ഇത് സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞ ചില ഉദ്ധരണികൾ അദ്ദേഹം എടുത്തു കൊടുക്കുകയും ഇത് ഒന്നുകൂടെ അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗത്തും തൗഹീദുൽ ഉലൂഹിയ്യത്ത് അംഗീകരിച്ചില്ല എങ്കിൽ അവൻ മുസ്ലിമായി സ്വീകരിക്കാൻ കഴിയില്ല എന്നും അത് ശിർക്കിൻ്റെ ഭാഗം തന്നെയാണ് എന്നും വ്യക്തമായി സ്ഥാപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ തൗഹീദുൽ ഉലൂഹിയ്യത്തിലേക്ക് ക്ഷണിക്കാനാണ് ഖുർആൻ്റെ ശൈലി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ വന്ന ഒരുപാട് ആയത്ത് അദ്ദേഹം എണ്ണി കൊടുത്തുകൊണ്ട് ഈ ആയത്തൊക്കെ അല്ലാഹു തആല ക്ഷണിച്ചത് തൗഹീദുൽ ഉലൂഹിയ്യത്തിലേക്കാണ് എന്ന് സ്ഥാപിക്കാൻ 11 ആയത്ത് അദ്ദേഹം കൊടുത്തുകൊണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അഅലം. ഇതായി നൽകും ജീവിതത്തിൽ നമ്മൾക്ക് കാര്യമായി ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതൊക്കെ ചർച്ച വരുന്നത്. അതൊക്കെ ഉൾക്കൊണ്ട് പാലിക്കാൻ നമ്മൾക്ക് പരിശ്രമിക്കുക. കുറച്ച് കൊടുക്കുകയാണെങ്കിൽ 10 ഉണ്ടല്ലോ, കുറച്ച് കൊടുക്കുന്നത്. قال شيخ الإسلام ابن تيمية رحمه الله فإن عامة المتكلمين الذين يقررون التوحيد في كتب الكلام والنظر غايتهم أن يجعلوا التوحيد 3 أنواع. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു, മുതക്കല്ലിമീങ്ങളായ ആളുകൾ, ഇൽമുൽ കലാമിൻ്റെ ആളുകൾ, ഫൽസഫയുടെ ആളുകൾ, അവരൊക്കെ തൗഹീദ് അംഗീകരിക്കുന്നവരാണെന്ന് പറയും. ഓരോ കിതാബിലൊക്കെ തൗഹീദ് പറയുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അവർ പറയും തൗഹീദ് 3 ഇനമാണ് എന്നും പറയും. അതെന്താണ്? അവർ ഫയഖൂലൂന, അവർ പറയും വാഹിദുൻ ഫീ ദാത്തിഹി ലാ ഖസീമ ല, വാഹിദുൻ ഫീ സിഫാത്തിഹി ലാ ശബീഹ ല, വാഹിദുൻ ഫീ അഫ്ആലിഹി ലാ ശരീക ല എന്നൊരു പറയും. ഇതാണ് തൗഹീദ് 3 എന്ന് പറയും. ദാത്തിൽ ഏകനാണ്, അഥവാ ലാ ഖസീമ ല, അവനോട് കിടപിടിക്കുന്ന ആരുമില്ല. സിഫാത്തിൽ ഏകനാണ്, ലാ ശബീഹ ല, ഒരു സാദൃശ്യപ്പെടുന്ന ആരുമില്ല. അഫ്ആലിൽ ഏകനാണ്, ലാ ശരീക ല, ഒരു പങ്കുകാരുമില്ല എന്നാണ് മുതകല്ലിമീങ്ങൾ പറയുക, ഇൽമുൽ കലാമിൻ്റെ ആളുകൾ. വഅശ്റഉൽ അൻവാഇ സലാസ ഇൻദഹും വസ്സാലിസ്, അതിൽ തന്നെ അവർ ഏറ്റവും പ്രസിദ്ധമായി സ്വീകരിക്കുക 3-ാമത്തേതാണ്. അല്ലാഹുവിൻ്റെ ഫെയിലുകളിൽ അല്ലാഹു ഏകനാണ്, പങ്കുകാരില്ല എന്നത്. വഹുവ തൗഹീദുൽ അഫ്ആൽ, തൗഹീദുൽ അഫ്ആൽ എന്ന ഒരു പേരിടുക. തൗഹീദുൽ അഫ്ആൽ, അതായത് വഹുവ അന്ന ഖാലിഖൽ ആലമി വാഹിദുൻ, ലോകത്തെ സൃഷ്ടാവ് ഏകനാകുന്നു. ഓഹും യഹ്തജ്ജുന അലാ ദാലിക, എന്നിട്ട് അത് തെളിവ് പറയും. ബിമാ യദ്കുറുഹു മിൻ ദലാലത്തി തമാനുഇ വഗൈരിഹാ, കാരണം 2 ഖാലിഖ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തകരുമായിരുന്നു, അതുകൊണ്ട് 2 തകരുന്നിട്ടില്ല, അപ്പോൾ 2 ഖാലിഖ് ഇല്ല എന്ന് ന്യായങ്ങൾ വെച്ചുകൊണ്ട് സൃഷ്ടാവ് ഒന്നേയുള്ളൂ എന്ന് സ്ഥാപിക്കും. വയദുന്നൂന അന്ന ഹാദാ ഹുവ തൗഹീദുൽ മത്ലൂബ്, അവർ വിചാരിക്കുന്നു ഇതാണ് ഇവിടെ തേടപ്പെടുന്ന തൗഹീദ് എന്നാണ് അവരുടെ ധാരണ. വഅന്ന ഹാദാ ഹുവ മഅനാ ഖൗലിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഹത്താ യജഅലു മഅന ഉലൂഹിയ്യ അൽ ഖുദ്റത്തുൽ ഇഖ്തിറാഅ, അവർ കണക്ക് പ്രകാരം ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖുദ്റത്തുൽ ഇഖ്തിറാഅ, സൃഷ്ടിക്കാനുള്ള കഴിവ് എന്നാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നർത്ഥം വെക്കും. അല്ലാതെ ഖാലിഖ് ഇല്ല, സൃഷ്ടിക്കാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയും. മഅലൂമുൻ അന്നൽ മുശ്രിക മിൻ അറബി അല്ലദീന ബുഇസ ഇലൈഹിം മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലൻ ലം യകുനു യുഖാലിഫൂനഹു ഫീ ഹാദാ, നബി തങ്ങൾ നിയോഗിക്കപ്പെട്ട അറബികളായ ആളുകൾ ഈ വിഷയത്തിൽ നബിയോട് എതിർത്തിട്ടില്ല എന്ന കാര്യം അറിയപ്പെട്ടതാണല്ലോ. ബൽ കനു യഖിറൂൻ ബിഅന്നല്ലാഹ ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും ഖാലിഖ് അല്ലാഹയാണ് എന്ന് അവരും സമ്മതിച്ചതാണ്. ഹത്താ ഇന്നഹും കനു യഖിറൂന ബിൽ ഖദ്രി അയ്ദാ, അവർ ഖദർ പോലും അംഗീകരിച്ചിരുന്നു. വമഅ ഹാദാ വഹും മഅ ഹാദാ മുശ്രികൂൻ, അതോടൊപ്പം അവർ മുശ്രിക്കുകളാവുകയും ചെയ്തു. അല്ലാഹയാണ് ഖാലിഖ് എന്നറിയാം, അല്ലാഹ് റബ്ബ് എന്നറിയാം, അല്ലാഹുവിൻ്റെ ഖദർ പോലും അംഗീകരിച്ചവരാണ്, പക്ഷേ അവർ മുശ്രിക്കുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു. ഹാദാ കലാമു ശൈഖ് റഹിമഹുല്ലാഹ് വഹുവ വാദിഹുൻ ഫി റദ്ദി അലാ മൻ ഇഅ്തഖദ അന്ന തൗഹീദുൽ മത്ലൂബ മിൻ ഖൽഖി ഹുവൽ ഇഖ്റാറു ബിതൗഹീദിർ റുബൂബിയ്യത്തി, അതുകൊണ്ട് സൃഷ്ടിയോട് അല്ലാഹ് ആവശ്യപ്പെട്ട തൗഹീദ് റുബൂബിയ്യത്താണ് എന്ന വാദം അത് ശരിയല്ല എന്ന് ഇതുകൊണ്ടൊക്കെ കൂടുതൽ വ്യക്തമാകുന്നു. വയുഅയ്യിദു ഹാദാ, ഞാൻ ശക്തിപ്പെടുത്തുന്ന തെളിവാണ് ഖൗലുഹു തആല, അല്ലാഹ് പറഞ്ഞു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, എല്ലാ ഉമ്മത്തിലേക്കും റസൂൽ അയച്ചു, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, ത്വാഗൂത്തിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാണ്. അല്ലാതെ അല്ലാഹനെ മാത്രം ഖാലിഖായി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നല്ല. ഫർറുസുലു ലം യഖൂലു ലി ഉമമിഹിം, റസൂലുമാർ ആരും ഉമ്മത്തോട് പറഞ്ഞിട്ടില്ല എന്ത്? അഖിറു അന്നല്ലാഹു വൽ ഖാലിഖു, അല്ലാഹയാണ് ഖാലിഖ് എന്ന് നിങ്ങൾ അംഗീകരിക്കൂ എന്ന് ഒരു നബിയും പറഞ്ഞിട്ടില്ല.
ലിഅന്നഹും മുഖിറൂന ബിഹാദാ അംഗീകരിക്കുന്നുണ്ട്. വഇന്നമാ ഖൗലുഹും ഉഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. റസൂലുമാരൊക്കെ പറഞ്ഞെന്താണ്? ഉഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. ഇതാണ് പറഞ്ഞത്, അല്ലാഹനെ മാത്രം ആരാധിക്കുക, മറ്റു ആരാധനെ വെടിയുക. ഇതാണ് റസൂലുമാർ പറഞ്ഞത് എന്ന് വ്യക്തമാണ്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അയ്ളൻ അത്തൗഹീദു ലി ജാഅത് ബിഹി റുസുലു ഇന്നമാ യതളമ്മു ഇസ്ബാത്തുൽ ഇലാഹിയ്യത്തി ലില്ലാഹി വഹ്ദ. റസൂലുമാർ പറഞ്ഞ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തുൽ ഇലാഹിയ്യത്തി ലില്ലാഹി വഹ്ദ, ഇലാഹിയത്ത് അല്ലാഹ്ക്ക് മാത്രം എന്ന് സ്ഥാപിക്കലാണ്. ബി അൻ യശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ യുഅ്ബദു ഇല്ലാ ഇയ്യാ, അല്ലാഹനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ആരാധിക്കപ്പെടാൻ പാടില്ല എന്ന് അംഗീകരിക്കലാണ് റസൂലുമാർ നിയോഗിക്കപ്പെട്ട തൗഹീദ്. അല്ലാതെ ഖാലിഖ് അല്ലാഹ് മാത്രം എന്ന് പറയാൻ ഒരു നബിയും ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടില്ല. ഇലാ അൻ ഖാൽ, ഇബ്നു തൈമിയ്യ പറഞ്ഞു അവസാനം പറഞ്ഞു, വലൈസൽ മുറാദ് ബി തൗഹീദി മുജറദ് തൗഹീദ് റുബൂബിയ്യ. തൗഹീദ് എന്ന് പറഞ്ഞാൽ കേവലം തൗഹീദ് റുബൂബിയ്യത്ത് അല്ല ഉദ്ദേശം. വഹുവ ഇഅ്തിഖാദു അന്നല്ലാഹ വഹ്ദഹു ഖലഖൽ ആലമ, അല്ലാഹ് മാത്രമാണ് ലോകം പടച്ചത് എന്ന് വിശ്വസിക്കുന്നതല്ല തൗഹീദ്. കമാ യദുന്നു ദാലിക മൻ യദുന്നുഹും അഹ്ലി കലാമി വതസവുഫി, ഇൽമുൽ കലാമിന്റെ ആളുകൾ, സൂഫിസത്തിന്റെ ആളുകളൊക്കെ വിശ്വസിക്കുന്നത് പോലെ. വയദുന്നു ഹൗലായി അന്നഹും ഇദാ അസ്ബതു ദാലിക ബിദ്ദലീൽ ഫഖദ് അസ്ബതു ഗായത തൗഹീദ് വഅന്നഹും ഇദാ ഷഹിദു ഹാദാ വഫനൗ ഫീഹി ഫഖദ് ഫനൗ ഫീ ഗായത തൗഹീദ്. അവരുടെ വിചാരം അത് അംഗീകരിച്ച് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ തൗഹീദ് അംഗീകരിച്ചു, റുബൂബിയത്തിലേക്ക് ലയിച്ചു പോയാൽ തൗഹീദ് പൂർണ്ണമായി എന്നാണ് അവരുടെ ധാരണ. ആ ധാരണ ശരിയല്ല എന്നുകൂടി ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറയുന്നു. ഫഇന്ന റജുല ലൗ അഖറ ബിമാ യസ്തഹിഖു റബ്ബു തആല മിൻ സിഫാതി വനസ്സഹഹു അൻ കുല്ലി മാ യനസ്സഹു അൻഹു, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ എല്ലാ സിഫത്തും അംഗീകരിച്ചു, അല്ലാഹുവിനെ പറയാൻ പാടില്ലാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹുവിനെ പരിശുദ്ധനാക്കി, വഖറ ബിഅന്നഹു വഹ്ദഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹ് മാത്രമാണ് ഖാലിഖ് എന്ന് അംഗീകരിച്ചു എങ്കിൽ ലം യകുൻ മുവഹിദാവൂല ഹത്താ യശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, ഇലാഹ അല്ലാഹ് മാത്രം എന്ന് അംഗീകരിക്കുമ്പോഴേ മുവഹിദാവുള്ളൂ. ഖാലിഖ് അല്ലാഹ് മാത്രം, അല്ലാഹുവിന്റെ സിഫത്ത് അല്ലാഹ്ക്ക് മാത്രം എന്നൊക്കെ ആൾ പറഞ്ഞുകൊണ്ട് മാത്രം അയാൾ പൂർത്തിയായി ഇലാഹ അല്ലാഹ് മാത്രം അംഗീകരിക്കണം. വയുഖിറു ബിഅന്നല്ലാഹു വഹ്ദഹു ഹുവൽ ഇലാഹുൽ മുസ്തഹിഖു ലിൽ ഇബാദ വയൽതസിമു ബിഇബാദത്തില്ലാഹി വഹ്ദ ലാ ശരീക ലഹു, ഇബാദത്തിന് അർഹതയുള്ള ഇലാഹ് അല്ലാഹ് മാത്രമാണെന്ന് അംഗീകരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവൻ മുവഹിദാവുകയുള്ളൂ. അല്ലാതെ ഒരാൾ മുവഹിദായി അംഗീകരിക്കപ്പെടാൻ പറ്റുകയില്ല എന്നുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അഅലം. അതെ പറഞ്ഞു, ആ റുബൂബിയ്യത്ത് എന്താണ്? മുസ്തൽസിമുൻ ലി തൗഹീദുൽ ഉലൂഹിയ്യ. അതായത് റബ്ബിന്റെ കൽപ്പന കൊണ്ടാണ്. അല്ല, അല്ലാഹുവിന്റെ ഇബാദത്താണ്. മലക്കിനുള്ള മഹബത്ത് അല്ലാഹുവിന്റെ ഇബാദത്താണ്, റസൂലുള്ള മഹബത്ത് അല്ലാഹുവിന്റെ ഇബാദത്താണ്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യകാരണ ബന്ധം. ഇത് റസൂലിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട്? അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് നിശ്ചയിച്ചു, അല്ലാഹ് നമ്മോട് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് മാത്രം. ഇല്ലെങ്കില്ല, അല്ലെങ്കില്ലല്ലോ. മലക്കിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട്? അല്ലാഹ് നിശ്ചയിച്ചു, നമ്മൾ അല്ലാഹ് ആവശ്യപ്പെട്ടു, അതിന് മാത്രം പരിമിതമാണ്. അല്ലാത്തതോ മലക്കിനെ സ്നേഹിക്കുന്നത് ഈമാന്റെ ഭാഗമായി പറഞ്ഞതല്ലേ. കാരണം മലക്കിന് സത്വത വെച്ചുള്ള അല്ലാഹ് പറഞ്ഞെന്താണ്? മക്ക അതും വലിയ ജിബ്രീലോ എന്നല്ലോ. വിശ്വാസത്തിന്റെ ഭാഗമാണ് മഹബത്ത്, അതിൻ്റെ ഭാഗമാണ് അവരോട് ഇഷ്ടം വെക്കുക, അവരെ സ്നേഹിക്കുക, അവരെ പോലെ അവരുടെ പ്രാർത്ഥനയ്ക്ക് അർഹമാകുന്ന കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ആ ഈമാൻ്റെ ഭാഗമാണ്. അപ്പം അവർ ജിബ്രീലിനോടും മീക്കാനും സത്വത വെച്ചു യഹൂദികൾ. അത് വിമർശിച്ചു അതിനെ. മക്കാന അദുവ്വലില്ലാഹി വജിബ്രീല മീകാല ഫഇന്നല്ലാഹ അദുവ്വുൽ കാഫിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് സൂറത്തുൽ ബഖറയിൽ ഖണ്ഡനം പോലും പറയുകയുണ്ടായി. അല്ലാഹു അഅലം. അവിടെ വരും നമ്മൾ ഈമാൻ ബിൽ മലായികത്തിൽ വിശദമായിട്ട് വരും. യഥാർത്ഥത്തിൽ നമ്മൾ അസ്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച വരുന്നതൊക്കെ. ആ നിലയ്ക്ക് നമ്മൾ ഗൗരവമായി കാണുക. ഇത് പ്രകാരം നമ്മൾ അഖീദ ശരിയാക്കാൻ പരിശ്രമിക്കുക. സുബ്ഹാനഹു വ തആല ശരിയായ വിധം അല്ലാഹു മുസ്ലിം പഠിപ്പിച്ച വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ശരിയായ മുഅ്മിനായി മുവഹിദായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.